ആക്ഷൻ ഹീറോ ബിജു ഒക്കെ ചെയ്യുന്നതിന് തൊട്ട് മുമ്പ് ഒരു 1.5-2 വർഷം മുമ്പ് എനിക്ക് മനസ്സിലായി ഞാൻ സിനിമ രക്ഷപ്പെടുകയില്ലെന്ന്. അഭിനയിക്കാൻ വന്നതല്ല, കൂടുതൽ കാര്യങ്ങളൊന്നും അറിയണ്ട, നിങ്ങൾ അവിടെ പോയി വെയിറ്റ് ചെയ്യുക, സമയമാകുമ്പോൾ അസിസ്റ്റൻ്റ് വന്ന് വിളിക്കും. പുള്ളിയുടെ വായിന്ന് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായി. ആദ്യമായിട്ടാണ് എൻ്റെയും ഒരു ലൊക്കേഷനിൽ അങ്ങനെ കൈവിട്ട് പോകുന്നത്. ആ വാൽക്കനാടി തുടങ്ങുന്നതന്നെ ഞാൻ ആക്ച്വലി അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് അതിലേക്ക് വന്നതാണ്. 4 ആങ്കേഴ്സ് ഉണ്ട്, അതിലൊരു ആങ്കർ നീയാണെന്ന്. അപ്പോൾ ഗെയിം ഷോ നമ്മൾ ഈ നോർത്ത് ഇന്ത്യൻ ചാനലുകളിലൊക്കെ ഗെയിം ഷോ കണ്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു ഷോ ഞാനും ആങ്കർ ചെയ്യുന്നു. കല്യാണമൊക്കെ കഴിഞ്ഞിട്ട് അപ്പൻ്റെ അമ്മയുടെയും ചെലവിൽ കഴിയുന്നത് മോശമാണെന്നുള്ള ചിന്ത എനിക്ക് വരുന്നില്ല. കാരണം ഞാൻ മകനാണല്ലോ. വേദനിപ്പിച്ചിട്ട് അയാളുടെ കോൺഫിഡൻസ് മൊത്തം തകർത്ത് കളഞ്ഞിട്ട് പിന്നെ പോയി ക്ഷമ പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ട്. എന്നാൽ ഇങ്ങനത്തെ സപ്പോർട്ട് തരാത്ത ആൾക്കാർ നമ്മുടെ ജീവിതത്തിൽ നിന്ന് പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഫ്രീഡമായി. ഇങ്ങനത്തെ പ്രൊജക്റ്റുകൾ തട്ടിക്കൂട്ട് പ്രൊജക്റ്റുകളാണെന്നും ഇതിൽ പലതും റിലീസ് ആവത്തില്ലെന്നും തിരിച്ചറിഞ്ഞതും നായകമോഹം ഞാനങ്ങ് ഉപേക്ഷിച്ചു. സിനിമ നല്ലതാണെന്ന് എല്ലാവരും പറയുന്നുണ്ട്, പക്ഷെ ആള് വരുന്നില്ല. ഹൈ ക്വാളിറ്റി മെറ്റീരിയൽസ് കൊണ്ടാണ് നമ്മുടെ ഓരോ വീടും നിർമ്മിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ 10 വർഷത്തെ വാറന്റിയാണ് നമ്മുടെ ഗ്യാരണ്ടി. ഇതുപോലൊരു വീടല്ലേ സർ ആഗ്രഹിക്കുന്നത്? ഇങ്ങനൊരു വീട് ആരാണ് ആഗ്രഹിക്കാത്തത്? ബേറ്റ് ഹോംസ് ഫോർ കേരളാസ് ലീഡിംഗ് ടെക് എനേബിൾഡ് ഹോം ബിൽഡർ. ഹായ് ഹലോ, ഞാൻ നീരജ. വെൽക്കം ടു ദ ന്യൂ എപ്പിസോഡ് ഓഫ് പോഡ്കാസ്റ്റ് യു ദ ഷോ സ്റ്റോപ്പർ. സോ ആരാണ് ഇന്നത്തെ ഷോ സ്റ്റോപ്പർ? ആ ഇംപ്രസീവ് പേഴ്സണാലിറ്റി 2002 സിനിമാ മേഖലയിലേക്ക് കടന്നു വരുന്നു. അദ്ദേഹം നായകനാവുന്നത് 2023 21 വർഷം. അദ്ദേഹത്തിൻ്റെ പ്രതീക്ഷ കൈവിടാതെ പരിശ്രമങ്ങൾ. മലയാളത്തിൽ മാത്രമല്ല, അദ്ദേഹം ബോളിവുഡിലും ഒരു പടം ചെയ്തു കഴിഞ്ഞിരിക്കുന്നു, ഇന്ത്യാസ് മോസ്റ്റ് വാണ്ടഡ് എന്ന മൂവിയിൽ. സിനിമയിലെത്തുന്നതിന് മുൻപ് ടെലിവിഷൻ പ്രേക്ഷകർക്ക് വളരെ സുപരിചിതനാണ്. മറ്റാരുമല്ല, ദ ഇന്ത്യൻ ഫിലിം ആക്ടർ പ്രശാന്ത് അലക്സാണ്ടർ. താങ്ക് യു പ്രശാന്ത് ഏട്ടാ, ഹാപ്പി അല്ലേ? വെരി ഹാപ്പി. യെസ്. ഇത് സത്യത്തിൽ നമ്മൾ 2018 കണ്ടുമുട്ടുന്നത് ഇരയുടെ ലൊക്കേഷനിലല്ലേ? അതെ അതെ അതെ. ഞാനതിനു മുൻപും എനിക്ക് പ്രശാന്ത് ഏട്ടൻ എന്ന് പറയുമ്പോൾ തന്നെ ഓർമ്മ വരുന്നത് വാൽക്കണ്ണാടി കേട്ടോ. കാര്യം നമ്മുടെയൊക്കെ സ്കൂൾ ടൈമിന് ക്ലാസ്സൊക്കെ വിട്ട് വരുമ്പം ഓടിച്ചാടി കിടക്കുന്ന ഒരു ആങ്കർ, അതാണ് ആദ്യത്തെ ഓർമ്മ. പക്ഷേ എനിക്ക് ഒരു പേഴ്സണലി ഫീൽ ചെയ്തത് 2002 ക്യാരക്ടർ റോൾസിൽ ചെയ്തു തുടങ്ങുന്നു. 2018 അത്യാവശ്യം നല്ല ക്യാരക്ടർ റോൾസ് ചെയ്തു വരുന്നു. 2023 നായകനാവുന്നു. അപ്പോൾ ഈ ഇറങ്ങിയ സമയം മുതലേ ഇതായിരുന്നു ലക്ഷ്യം, ഞാൻ എന്നാണെങ്കിലും നായക സ്ഥാനത്തേക്ക് കടന്നു വരും. അതൊരു ജേർണി. സത്യസന്ധമായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ 2002 ഞാൻ ടി വിയിലെത്തി. അത് ഒരു സാധ്യതയുമില്ലാത്ത ഒരു കാലത്താണ് അവിടുത്തെ. കാരണം നമുക്കൊന്നും ചിന്തിക്കാൻ പോലും പറ്റത്തില്ല എവിടെയാണ് ഇതൊക്കെ സംഭവിക്കുന്നത്, എങ്ങനെയാണ് ടി വിയിലെത്തുക, എവിടെയാണ് ഈ സ്റ്റുഡിയോ, ഇതൊന്നും നമുക്കറിയത്തില്ല. പക്ഷേ ഒരു ബിഗിനേഴ്സ് ലക്ക് എനിക്ക് ഭയങ്കരമായിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഭയങ്കര ദൈവാനുഗ്രഹത്താൽ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഞാൻ പഠിക്കുന്ന കോളേജിൽ, അതും കൊടൈക്കനാലിൽ, ഞാൻ PG ചെയ്തുകൊണ്ടിരുന്ന മീഡിയ സ്റ്റുഡൻ്റ് ആയിരുന്നു. PG ചെയ്തുകൊണ്ടിരുന്നപ്പം അവിടെ ഒരു പ്രോഗ്രാം കവർ ചെയ്യാൻ വേണ്ടി വന്ന, അതും ഹോട്ടൽ മാനേജ്മെൻറ്റ് സ്റ്റുഡൻസിൻ്റെ ഒരു പ്രോഗ്രാം കവർ ചെയ്യാൻ വേണ്ടി വന്ന ഏഷ്യാനെറ്റിൽ അവരവിടെ ഒരു പരിപാടി ചെയ്യുകയും അത് ഞാൻ അന്നേരം കയറി ആങ്കർ ചെയ്യുകയും പിന്നീട് അത് ഇഷ്ടപ്പെട്ടിട്ട് ഞാൻ ഏഷ്യാനെറ്റിൻ്റെ പിന്നീടുള്ള ഏറ്റവും പ്രസ്റ്റീജിയസ് ആയ ഒരു ഷോ വാൽക്കനാടി എന്ന് പറഞ്ഞ ഷോയാണ്. ആ വാൽക്കനാടി തുടങ്ങുന്നതന്നെ ഞാൻ ആക്ച്വലി അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് അതിലേക്ക് വന്നതാണ്. ഞാൻ പഠിച്ചത് മീഡിയ ആണല്ലോ. ഞാൻ അവിടെ വന്ന് ഇതിൻ്റെ പ്രീ പ്ലാനിങ്ങിലൊക്കെ ഇരുന്ന സമയത്താണ് എന്നോട് പറയുന്നത് 4 ആങ്കേഴ്സ് ഉണ്ട്, അതിലൊരു ആങ്കർ നീയാണെന്ന് ഷായിച്ചേട്ടൻ അതിൻ്റെ പ്രൊഡ്യൂസർ പറയുന്നത്. അപ്പോൾ ഗെയിം ഷോ നമ്മൾ ഈ നോർത്ത് ഇന്ത്യൻ ചാനലുകളിലൊക്കെ ഗെയിം ഷോ കണ്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു ഷോ ഞാനും ആങ്കർ ചെയ്യുന്നു എന്ന് പറയുന്നൊരു അങ്ങനെയാണ് തുടങ്ങുന്നത്. ആ പ്രോഗ്രാം അതുവരെ മലയാള ചാനലുകളിലൊന്നും ഉണ്ടായിരുന്ന തരത്തിലുള്ളൊരു പ്രോഗ്രാം ആയിരുന്നില്ല. 1 മണിക്കൂർ ഷോ എന്ന് പറയുന്നത് ചിന്തിക്കാനേ പറ്റത്തില്ലായിരുന്നു അന്ന്. അപ്പോൾ അതും ഉച്ചയ്ക്ക് ഡെഡ് ടൈമാണ്, ഉച്ചയ്ക്ക് എല്ലാവരും കിടന്നുറങ്ങുന്ന സമയം. പക്ഷേ ആദ്യം 1 മണിക്കാണ് തുടങ്ങിയത്. ഉച്ചയ്ക്ക് 1 മണിക്ക് 1 തൊട്ട് 2 വരെ, പിന്നെ 2 തൊട്ട് 3 വരെ ആയി, പിന്നെ 2:30 തൊട്ട് 3:30 വരെ ആയി. അങ്ങനെ ആ ഡെഡ് ടൈമിൽ ഒരു സമയം ഏഷ്യാനെറ്റിലെ പ്രൈം ടൈമിലെ സീരിയൽസിനൊപ്പം റേറ്റിങ്ങിലെത്തി വാൽക്കനാടി. അപ്പോഴാണ് ഇത് ഭയങ്കര ഒരു ഹിറ്റായിട്ട് മാറുന്നത്. അപ്പോൾ എവിടെ ചെന്നാലും ആൾക്കാർ തിരിച്ചറിയുന്നുണ്ട്, ഭയങ്കര സ്നേഹമാണ്. ഇന്ന് പിന്നെ ഇതുപോലെ ഓൺലൈൻ ചാനൽസോ സോഷ്യൽ മീഡിയയോ മാഗസിൻസോ അങ്ങനെയൊന്നും ഇല്ലാത്തതുകൊണ്ട്
ആൾക്കാരെ നേരിട്ട് കാണുമ്പോൾ മാത്രമേ നമുക്ക് ഒരു ഈ സാധനം കിട്ടുന്നുള്ളൂ. ഫീൽ കിട്ടുന്നുള്ളൂ. ആ അപ്പം നമ്മളുടെ ആഗ്രഹം എന്ന് വെച്ചാൽ ഇനി എന്താണ്, ടി വിയിൽ ആൾക്കാരൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ ഇനി സിനിമയിൽ അഭിനയിക്കണം. അങ്ങനെ സിനിമയാണല്ലോ നമ്മുടെ എല്ലാവരുടെയും ഇതിൻ്റെ ഒരു അതെ 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 അതെ. അപ്പോൾ സിനിമയിൽ അഭിനയിക്കുമ്പോൾ നമ്മുടെ എല്ലാവരുടെയും മനസ്സിലുള്ള അന്നത്തെ മോഹം എന്ന് വെച്ചാൽ നമ്മൾ ഹീറോ ആണല്ലോ, നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ ഹീറോ ആണല്ലോ. അപ്പം സിനിമയിൽ നമ്മൾ അതാണ് ആഗ്രഹിക്കുന്നത്, അതാണ് പ്രതീക്ഷിക്കുന്നത്. പക്ഷേ എങ്ങനെയെങ്കിലും സിനിമയിൽ കയറി പറ്റിക്കഴിഞ്ഞാൽ പിന്നെ ഹീറോ ആയിക്കോളും എന്ന് പറയുന്നൊരു ചിന്ത നമുക്കുണ്ടല്ലോ. ഇതുവരെ എന്നെ ആരും കാണാഞ്ഞിട്ടാണ്, സിനിമക്കാരെന്നെ അങ്ങോട്ട് കണ്ടാൽ മതി, പിന്നെ പരിപാടിയൊക്കെ നടന്നോളൂ. ഓൾറെഡി നമുക്ക് ഇത്ര ഫെയിം കിട്ടിയിട്ടുണ്ടല്ലോ അല്ലേ, ഷോയിൽ നിന്ന് ആ ഒരു കോൺഫിഡൻസ് ഉണ്ടാവും. അതൊരു കോൺഫിഡൻസ് ആണ്. അങ്ങനെയാണ് നമ്മൾ സിനിമയിലേക്ക് ഞാൻ എത്തുന്നത്. അതിൽ ഞാൻ കോളേജ് സ്റ്റുഡൻ്റായിട്ട് അവരുടെ ഫ്രണ്ടായിട്ട് അഭിനയിച്ചു. അപ്പോൾ കൂട്ടുകാരനായിട്ട് വന്നിട്ട് നായകനാകാം, അതാണ് മറ്റേ പറയുന്നല്ലേ, എന്നെ അസിസ്റ്റന്റ് ഡയറക്ടറാക്കി ഞാൻ അതുവഴി അഭിനയത്തിലേക്ക് പൊക്കോളാം എന്ന് പറയുന്നല്ലേ. അങ്ങനെ 2-3 കോളേജ് പടങ്ങൾ അടുപ്പിച്ച് ചെയ്തു. അത് കഴിഞ്ഞിട്ട് കോളേജ് പടങ്ങൾ പെട്ടെന്നായിരുന്നു കിട്ടാൻ, കാരണം നമ്മൾ കഴിയുന്നപ്പോൾ അന്ന് ഒരു ക്യാമ്പസ് പടങ്ങളുടെ ഒരു ട്രെൻഡ് നിൽപ്പുണ്ട്. നമ്മൾ കഴിഞ്ഞപ്പോൾ തന്നെ ഇന്നടത്ത് വേറൊരു പടം തുടങ്ങുന്നുണ്ട്, വിജയ് തുമ്മിസാറിൻ്റെ പടം തുടങ്ങുന്നുണ്ടെന്ന് പറഞ്ഞാൽ അവിടെ വിളിച്ചു. അപ്പോൾ തന്നെ അവിടുന്ന് വരാൻ പറഞ്ഞു, നേരെ അവിടെ പോയി. പടങ്ങളൊക്കെ ഇങ്ങനെ ചെന്നം പിന്നെ വന്നുകൊണ്ടിരിക്കുക. ഇങ്ങനെ പോയ കൂട്ടത്തിലാണ് എനിക്ക് മനസ്സിലാവുന്നത്, എനിക്കൊരു തോന്നലുണ്ടാകുന്നത്, ഇത് ഇങ്ങനെ ഈ കൂട്ടുകാരൻ കളിച്ചാൽ മാത്രം പോരാ, നമുക്കൊരു മേൽഗതി ഉണ്ടാകുന്നില്ല, കാരണം നായകനാവാൻ കിട്ടുന്നുമില്ല. പിന്നെ പെട്ടെന്ന് നമുക്ക് ഈ സിനിമയുടെ റിയാലിറ്റി നമുക്ക് മനസ്സിലായി, അങ്ങനെയൊന്നും നായകനാവാൻ പറ്റില്ല എന്ന് പറയുന്നൊരു കാര്യം നമുക്ക് മനസ്സിലായി. അല്ലെങ്കിൽ നമ്മളെ ഞാനന്ന് 1-2 പടങ്ങളിൽ നായകനായിട്ടുണ്ട്. പക്ഷേ ആ പടങ്ങളൊക്കെ തന്നെയും മെയിൻ സ്ട്രീം സിനിമകളുടെ ഒപ്പം നിൽക്കാനുള്ള കരുത്തുള്ള സിനിമകളല്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കാരണം നമുക്ക് എങ്ങനെയെങ്കിലും സിനിമയുടെ ഭാഗമായാൽ മതി. അപ്പം വരുന്ന ആരെങ്കിലും വിളിക്കുമ്പോൾ തന്നെ അവിടെ പോയി അങ്ങ് അഭിനയിക്കുക, അങ്ങനെ അങ്ങ് കയറുക. പിന്നീടാണ് ഇത് ഇങ്ങനത്തെ പ്രൊജക്റ്റുകൾ തട്ടിക്കൂട്ട് പ്രൊജക്റ്റുകളാണെന്നും ഇതിൽ പലതും റിലീസ് ആവത്തില്ലെന്നും നമ്മുടെ എഫേർട്ട് നമ്മളെ ഒരു പ്രൊഡ്യൂസറിന് കുറച്ച് പൈസ പോവുകയാണെന്നും ഇങ്ങനത്തെ സിനിമകളിലൂടെ വന്നാലൊന്നും ആൾക്കാർ ശ്രദ്ധിക്കില്ല, അത് കാര്യമില്ല എന്നൊക്കെ തിരിച്ചറിഞ്ഞതും നായകമോഹം ഞാനങ്ങ് ഉപേക്ഷിച്ചു. പിന്നെ എങ്ങനെയെങ്കിലും അഭിനേതാവായിട്ട് നല്ല വേഷങ്ങൾ ചെയ്യണം, റെസ്പെക്റ്റ് കിട്ടുന്ന ഒരു ആക്ടറായിട്ട് മാറണം. നമ്മളൊരു ലൊക്കേഷൻ ചെല്ലുമ്പോൾ ആൾക്കാർ നമ്മളെ റെസ്പെക്റ്റ് ചെയ്യണം, ഇയാൾ നല്ല ആക്ടറാണ് എന്ന് പറയുന്ന ആ ഒരു റെസ്പെക്റ്റ് കിട്ടണം എന്ന് പറയുന്നൊരു സംഭവം മനസ്സിലാക്കുക. കാരണം അപ്പോഴാണ് അച്ഛനുറങ്ങാത്ത വീടെന്ന് പറയുന്ന സിനിമ സംഭവിക്കുന്നത്. അത് ആദ്യമായിട്ട് എനിക്കൊരു ക്യാരക്ടർ എന്ന് പറയുന്നൊരു സംഭവം കിട്ടുന്നത്. അപ്പോൾ ആ സിനിമയുടെ റിലീസിനായിട്ട് കാത്തിരുന്നു. അത് ഇറങ്ങിക്കഴിയുമ്പോൾ കരിയർ ലൈഫ് ചേഞ്ച് ആവും, ലൈഫ് ചേഞ്ച് ആവും, ഹീറോ എന്നുള്ളതല്ല, നമ്മൾക്ക് വീണ്ടും സിനിമകൾ കിട്ടും എന്ന് പറയുന്നൊരു ചിന്തയിലേക്ക് എത്തുന്നു. അച്ഛനുറങ്ങാത്ത വീട് റിലീസാകാൻ വേണ്ടി കാത്തിരിക്കുന്നു. പക്ഷേ അതിന് ധാരാളം സാമ്പത്തിക പ്രശ്നങ്ങളുണ്ടായിരുന്നൊരു സിനിമയാണ്. പല പ്രാവശ്യം അത് റിലീസിൻ്റെ വക്കിലെത്തിയിട്ട് റിലീസാവാതെ പോയി. അപ്പം ലാലുവേട്ടൻ അതിൻ്റെ പേരിൽ ഭയങ്കരമായി ടെൻഷൻ അടിച്ചിട്ടുള്ള ഒരു സമയമാണ്. ആക്ച്വലി മീശമാധവനൊക്കെ കഴിഞ്ഞിട്ട് ലാൽ ജോസ് എന്ന് പറഞ്ഞ സംവിധായകൻ ചെയ്യുന്ന ഒരു സിനിമയാണ്. ആക്ച്വലി അതിന് അങ്ങനെ ഒരു സാമ്പത്തിക പ്രശ്നം പറഞ്ഞ കാര്യമില്ല. പക്ഷെ ഇതുപോലത്തെ ഒരു സബ്ജക്റ്റ് മെയിൻ സ്ട്രീം കൊമേഴ്ഷ്യൽ അല്ലാത്ത ഒരു പാരലൽ ആയിട്ടുള്ളൊരു സിനിമ, അത് ആ സമയത്ത് ലാലുവേട്ടൻ ചെയ്യേണ്ട ഒരാവശ്യമില്ല ആക്ച്വലി. കാരണം ഒരു ഹിറ്റ് കിട്ടി, ഇനി അതിൻ്റെ ചൂട് പിടിച്ച് അടുത്ത പരിപാടി ഉണ്ടാക്കിയാൽ മതി. പക്ഷെ ലാലുവേട്ടനും ഈ പറഞ്ഞ പോലെ സോഷ്യലി കമ്മിറ്റഡ് ആയിട്ടുള്ളൊരു സിനിമ ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹത്തിൻ്റെ പുറത്ത് ഒക്കെ ആയിരിക്കണം. സലീമേട്ടനെ നായകനാക്കി അങ്ങനെ ഒരു പടം ചെയ്യുന്നു, അതിനൊത്തിരി തടസ്സങ്ങളുണ്ടായി. അങ്ങനെ അവസാനം ഒരു വെള്ളിയാഴ്ച അത് റിലീസ് ചെയ്യും എന്ന് പ്രഖ്യാപിക്കുന്നു. ഓൾമോസ്റ്റ് എല്ലാം സെറ്റായി. അപ്പോൾ നമുക്ക് രാത്രിയിൽ ഉറക്കമില്ല, നാളെ റിലീസാണ്, ഇത് കഴിഞ്ഞാൽ ജീവിതം എങ്ങോട്ട് പോകും നമുക്കറിയത്തില്ല. അങ്ങനെ ആ വ്യാഴാഴ്ച രാത്രി ഞാൻ ഉറക്കമില്ലാതെ ചിലവഴിച്ചു. ഇത്ര ഉറക്കമില്ലായ്മ സലീമേട്ടനുണ്ടായിരുന്നു എന്നൊരു സംശയം. പക്ഷെ ആ വെള്ളിയാഴ്ച പടം റിലീസാവുന്നില്ല. അത് അവസാന നിമിഷം എന്തോ പ്രശ്നം ഉണ്ടായിട്ട് അത് മുന്നോട്ട് നീങ്ങി. ഭയങ്കര നിരാശയായി. അപ്പോൾ ആ വെള്ളിയാഴ്ച നമുക്കൊന്നുമില്ല. നമ്മൾ ആ വെള്ളിയാഴ്ച ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് കാത്തിരുന്നതാണ്. ആ വെള്ളിയാഴ്ച നമുക്കൊന്നുമില്ല, അതങ്ങനെ കടന്നുപോയി. ശനിയാഴ്ച കടന്നുപോയി. ശനിയാഴ്ച രാത്രിയിൽ അറിയുന്നു ഞായറാഴ്ച റിലീസാവുന്നു. അങ്ങനെ അച്ഛനുറങ്ങാത്ത വീട് ഒരു ഞായറാഴ്ചയാണ് റിലീസാവുന്നത്. ഞായറാഴ്ച അന്ന് റിലീസ് ചെയ്യാതെ വേറെ നിവൃത്തിയില്ലായിരുന്നു. അതാരും അറിഞ്ഞില്ല ആ റിലീസ്. പത്രത്തിലൊരു ചെറിയ കോളം പരസ്യം വന്നു. അപ്പോൾ നമ്മളെ ഭയങ്കര പ്രതീക്ഷയിൽ നമ്മൾ കാത്തിരിക്കുന്ന ലാൽ ജോസിനെ പോലൊരു സംവിധായകൻ്റെ ഒരു സിനിമ, ഒരു വേറിട്ട സിനിമ, ജനങ്ങളും അതുപോലെ കാത്തിരിക്കുകയാണ് എന്നുള്ളൊരു പ്രതീക്ഷയൊക്കെയാണ് നമുക്ക്. പക്ഷെ റിലീസായപ്പോഴാണ് നമുക്ക് മനസ്സിലായത്
ഞായറാഴ്ചയും കൂടെ ആയതുകൊണ്ടോ എന്തോ അത് കാര്യമായി ജനങ്ങളിലേക്ക് അന്നത്തെ എത്തിയിട്ടില്ല. ദിവസം പോയി. കാര്യമായിട്ടൊന്നും എത്തി- നടന്നില്ല. പിന്നെ ഒരു കരച്ചിൽ പടമാണ് എങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഒരു കാര്യമായ സിനിമ തിയേറ്ററിൽ വർക്കായില്ല. ഉം. പക്ഷെ ഞാൻ സിനിമ കണ്ടിറങ്ങുമ്പോഴൊക്കെ എൻ്റെ അടുത്തൊക്കെ ആൾക്കാർ വന്നിട്ട് കൊള്ളാം കേട്ടോ, നന്നായിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ പോകുന്നുണ്ട്. സിനിമ നല്ലതാണെന്ന് എല്ലാവരും പറയുന്നുണ്ട്, പക്ഷെ ആൾ വരുന്നില്ല. വരുന്നില്ല. അപ്പോൾ എനിക്കും ഈ സിനിമ നല്ലതാണെന്ന് പറയുന്നതിനോടൊപ്പം ഉം. നിങ്ങളോട് നല്ല ദേഷ്യം തോന്നുന്നുണ്ട് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ആദ്യമായിട്ടാണ് അങ്ങനെയൊക്കെ. അതെ നമ്മൾ പണ്ട് ഇൻ്റർവ്യൂസിലൊക്കെ വായിച്ചിട്ടേ ഉള്ളൂ, അതെ ഈ വലിയ വലിയ നടന്മാരുടെ അടുത്ത് ഇങ്ങനെ വന്ന് വില്ലന്മാരുടെ അടുത്ത് പറഞ്ഞിട്ട് പോയി. വില്ലന്മാരെ ചെരുപ്പൂരി അടിച്ചു, അതെ അത് ക്യാരക്ടറിൻ്റെ വിജയമാണ് എന്നൊക്കെ പറഞ്ഞാൽ ഞാനും ഇങ്ങനെ അഭിമാനം കൊണ്ടാണ് ഞാൻ എൻ്റെ ഭാഗം ഞാൻ ഓക്കെ. അതെ. അപ്പോൾ ഏതായാലും സിനിമാക്കാരെങ്കിലും ഇത് കാണും, ഇത് നല്ല സിനിമയാണ്. പിന്നീട് അതിന് സ്റ്റേറ്റ് അവാർഡ് കിട്ടി, ഉം. സലീമേട്ടൻ്റെ അവാർഡ് കിട്ടി. പക്ഷേ എനിക്ക് സിനിമ വരുന്നില്ല. ഞാൻ ഇതിനുവേണ്ടി കാത്തിരിക്കുകയാണ്, സിനിമ വരുന്നില്ല. ഉം. അപ്പോൾ എനിക്ക് നമ്മളെ ആരും ഗൈഡ് ചെയ്യാനില്ലല്ലോ. നമ്മളെ സിനിമയുമായിട്ട് ഒരു ബന്ധവും ഇല്ലാത്ത ഒരാൾ ഉം. തിരുവല്ലയിലെ മല്ലപ്പള്ളി എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് നിന്ന് എങ്ങനെയോ സിനിമയിലെത്തി. പക്ഷേ ഇത് മുന്നോട്ട് പോകേണ്ട എങ്ങനെയാണെന്നുള്ളതൊന്നും നമുക്ക് പറഞ്ഞു തരാനോ ഗൈഡ് ചെയ്യാനോ ഒന്നുമില്ല. അപ്പോൾ ചിലരൊക്കെ പറയും നിങ്ങൾ സ്വയം മാർക്കറ്റ് ചെയ്യണമെന്ന് പറയും. എങ്ങനെയാണ് ഈ പരിപാടി എന്നുള്ളത്? ഇന്നാണ് ഈ സോഷ്യൽ മീഡിയ ഉണ്ട്. ഇന്നാണെങ്കിൽ ഏത് നമ്മൾ വേറെ ഒരു ഫംഗ്ഷന് പോയാൽ തന്നെ മാർക്കറ്റ് ആൾക്കാർക്ക് കണ്ടന്റ് വേണമല്ലോ എടുത്തിട്ട്. അന്ന് അങ്ങനെ ഒരു ആവശ്യമില്ല. ഇത് എങ്ങനെയാണ് ഈ സംഭവിക്കുക, എങ്ങനെയാണ് വേഷങ്ങൾ കിട്ടുക? നീ പോയി ചാൻസ് ചോദിക്കണം എന്ന് ലാലുവട്ടം പറയുന്നുണ്ട്. നീ TV പരിപാടി നിർത്ത്. അതുകൊണ്ട് നടക്കുന്നുണ്ടല്ലോ. വാൽക്കണ അച്ഛനാകാത്ത കൊണ്ട് തൊട്ട് മുമ്പ് ഞാൻ പ്രോഗ്രാം നിർത്തി, TV പരിപാടിയും നിർത്തി, സിനിമയിൽ അവസരവും കിട്ടുന്നില്ല. അങ്ങനെ ഒരു 3-4 വർഷം സ്റ്റക്കായി അങ്ങനെ അങ്ങ് പോയി. എന്നാൽ TV പ്രോഗ്രാം ചെയ്തിരുന്നതുകൊണ്ട് സെലിബ്രിറ്റിയാണ്. അപ്പോൾ എവിടെ ചെന്നാലും ആൾക്കാർ തിരിച്ചറിയും TV പ്രോഗ്രാം. പക്ഷേ സിനിമയാണല്ലോ നമ്മൾ ആഗ്രഹിക്കുന്നത്. ഞാൻ തിരിച്ച് TV പ്രോഗ്രാം ചെയ്യാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. എനിക്ക് അവസരങ്ങൾ വരുന്നുണ്ട്, ഞാൻ ചെയ്യുന്നില്ല. ഇതിനിടയ്ക്ക് കല്യാണവും കഴിയുന്നു, 2005 ആവശ്യങ്ങളും ബാധ്യതകളും ഒക്കെ ഏറുന്നു. പക്ഷെ അപ്പനും പപ്പായും മമ്മിയും ഞാൻ അപ്പോഴും മകനാണ്. ഞാൻ വിവാഹിതനായെങ്കിലും ഞാനൊരു ഭർത്താവിനേക്കാളുപരി ഞാനന്ന് മകനാണ്. അപ്പം വീട്ടിൽ തന്നെ എനിക്കറിയത്തില്ലല്ലോ ഇത് മോശമാണെന്ന്. അപ്പം കല്യാണമൊക്കെ കഴിഞ്ഞിട്ട് അപ്പൻ്റെ അമ്മയുടെയും ചിലവിൽ കഴിയുന്നത് മോശമാണെന്നുള്ള ചിന്ത എനിക്ക് വരുന്നില്ല, കാരണം ഞാൻ മകനാണല്ലോ. അപ്പോൾ അവിടെ ഫുഡുണ്ട്, അവിടെ നിന്ന് ഫുഡ് കഴിക്കുന്നു, അവിടെ മുറിയുണ്ട്, അവിടെ താമസിക്കുന്നു. 10 വർഷത്തോളം അവിടെ തന്നെയായിരുന്നു. 10 ഒരു 5 വർഷം 5-6 വർഷത്തോളം അവിടെ തന്നെ. പിന്നെയാണ് എനിക്ക് ഈ ബൾബ് കത്തുന്നത്. ഇത് റൈറ്റ് റൂട്ട് അല്ലല്ലോ. 5-ാം വർഷം 5-ാം വർഷമായപ്പോൾ ഞാനും വൈഫും കൂടെ വേറൊരു സ്ഥലത്തോട്ട് മാറി താമസിച്ചു. പപ്പായ്ക്കും അത് നല്ലതാണെന്ന് തോന്നി. അതായത് സ്വന്തം കാലിൽ നിൽക്കട്ടെ, ഇങ്ങനെ പോയാൽ ശരിയാവത്തില്ലല്ലോ. അങ്ങനെ ഞാനും വൈഫും കൂടെ മാറി താമസിച്ചു. അവിടെ വെച്ചാണ് ഞങ്ങൾക്കൊരു കുഞ്ഞ് ഉണ്ടാവുന്നതൊക്കെ. പിന്നെ പപ്പായ്ക്ക് അന്നേരം വേറൊരു അസുഖം വന്നു. പപ്പായും കൊണ്ട് പിന്നെ വലിയൊരു ഹോസ്പിറ്റൽ പരിപാടി അങ്ങനെ ഒക്കെ ആയിരുന്നു ആ സമയം അങ്ങ് പോയത്. എന്ന് പറഞ്ഞാൽ മൊത്തം താഴോട്ട് അടിയോടടി. വൈഫ് അന്ന് ഞാൻ കല്യാണം കഴിക്കുമ്പം ഡിഗ്രി കഴിഞ്ഞതേ PG കഴിഞ്ഞതേ ഉള്ളൂ. പിന്നെ BEd ചെയ്തു, MEd ചെയ്തു. പിന്നെ നെറ്റ് എഴുതാൻ വേണ്ടി കുറേ വർഷങ്ങൾ പോയി. നെറ്റ് എഴുതി കിട്ടിയത് പപ്പ മരിച്ചതിന് ശേഷം 2012-ലാണ് 13-ലാണ് നെറ്റ് കിട്ടുന്നത്. അതുവരെ സ്ട്രഗിളിംഗ് ഒക്കെ തന്നെ. പക്ഷേ ചെന്നൈയിലൊരു സ്കൂളിൽ അതിൻ്റെ ഇടയ്ക്ക് ജോലി കിട്ടി. കുഞ്ഞിനെ എന്നെ ഏൽപ്പിച്ചിട്ട് ചെന്നൈക്ക് പോയി. അപ്പോഴും നമുക്ക് ഇതിൻ്റെ റൂട്ട് പിടികിട്ടിട്ടില്ല. പക്ഷെ ഞാൻ പിന്നെ 2010 ആയപ്പോഴത്തേനും ഞാൻ ഒറ്റയ്ക്ക് എറണാകുളത്തെത്തി. എറണാകുളത്ത് എനിക്ക് ഭയങ്കര സേഫായിട്ട് താമസിക്കാനൊരു സ്ഥലമുണ്ടായിരുന്നു, മെറൈൻ ഡ്രൈവിൽ, എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ. അവിടെയാണ് ഞാൻ വർഷങ്ങളോളം താമസിച്ചത്. അവിടുന്ന് ഞാൻ ഇറങ്ങി. അവിടെ തന്നെയായിരുന്നു താമസം. അവിടെ ഞാൻ 2002 തൊട്ട് അവിടെ തന്നെയാണ്. ഈ ഷായി ചേട്ടൻ എന്ന് പറയുന്ന എൻ്റെ TV-യിലെ പിന്നെ പ്രൊഡ്യൂസറിൻ്റെ ഷായി ചേട്ടൻ്റെ ഫ്ലാറ്റിലാണ്. നമുക്ക് താമസത്തിനും ഭക്ഷണത്തിനും ഒരു കുഴപ്പമില്ല അവിടെ. പക്ഷെ ഞാൻ മനസ്സിലാക്കിയത് എല്ലാ ദിവസവും എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. നമ്മൾ എല്ലാ ദിവസവും എൻ്റർടൈനിങ് ആയിട്ട് പോകുന്നുണ്ട്. പക്ഷെ സിനിമയിലോട്ടൊന്നും നടക്കുന്നില്ല. അപ്പം ഞാൻ തീരുമാനിച്ചു അവിടെ നിന്ന് ഇറങ്ങിയിട്ട് പാലാരിവട്ടത്ത് എൻ്റെ അനിയൻ്റെ ബാച്ച്മേറ്റ്സ് കുറേ പേരുണ്ട്. അവരും സിനിമ പഠിച്ചിട്ട്, അനിയനും സിനിമ പഠിച്ചാണ്, പ്രകാശ് ഫിലിം സ്കൂളിൽ പഠിച്ചാണ്. ഇവരെല്ലാവരും കൂടെ പാലാരിവട്ടത്തൊരു വീട്ടിൽ താമസിക്കുന്നുണ്ട്. അപ്പോൾ ആദ്യമൊക്കെ എനിക്ക് ആ വീട്ടിൽ ചെല്ലുമ്പോൾ എനിക്ക് സ്റ്റെപ്പിൽ നിന്ന് അങ്ങോട്ട് കയറാൻ തോന്നത്തില്ല. കാരണം ഒരു 10,000 ഷൂവും സോക്സും അതിൻ്റെ നാറ്റവും കാരണം നമുക്ക് ഈ സ്റ്റെപ്പ് കിടന്ന് അപ്പുറത്തോട്ട് പോകാൻ പറ്റത്തില്ല. അപ്പോൾ ഞാൻ മുറ്റത്തൊക്കെ ഒന്ന് സംസാരിച്ചിട്ടെങ്കിൽ പുറത്തേ ഉള്ളൂ. അങ്ങനെ ഒരു ദിവസം ഞാൻ അവിടെ എങ്ങനെയോ കിടന്നു. പിന്നെ ഞാൻ അവിടെ താമസമായി ഉമ്മമാരുടെ കൂടെ. കാരണം എറണാകുളത്ത് നിൽക്കാൻ ഒരു സ്ഥലം വേണ്ടേ.
അപ്പോൾ ആ കൂട്ട വൈഫൊക്കെ അവിടെ തന്നെ നിൽക്കാണ്. വൈഫ് ചെന്നൈയിൽ. ചെന്നൈയിലുമാണ്. ആ കൂട്ടത്തിലാണ് ജിയോ ബേബി ഉണ്ടായിരുന്നത് എൻ്റെ കൂടെ താമസിക്കാൻ. ഓക്കെ ടോണി മാക്മിത്ത് എന്ന് പറയുന്ന ഒരു ഗ്രാഫിക് സ്റ്റുഡിയോ ഇപ്പം വളരെ സക്സസ്ഫുള്ളായിട്ട് ഓക്കെ കേരളത്തിലെ ഒരു വൺ ഓഫ് ദ ബെസ്റ്റ് ഗ്രാഫിക് CG ചെയ്യുന്ന ജിത്തു ജോസഫ് സിനിമകളുടെ എല്ലാം CG ടോണിയാണ്. നീല് ക്യാമറമാൻ നീലിൻ്റെ അസോസിയേറ്റ് ജോബി ഉണ്ടായിരുന്നു. പിന്നെ ഇപ്പോൾ കൊണ്ടൽ എന്ന് പറഞ്ഞ പടം ചെയ്ത അജിത്ത് ഉണ്ടായിരുന്നു. അങ്ങനെ കുറേ പേര് ഇതിൽ ശ്രദ്ധിക്കപ്പെട്ടവരുടെ പേര് മാത്രമല്ല, ബാക്കിയുള്ളവർ ഇപ്പോഴും സ്ട്രഗിൾ ചെയ്യുന്ന ആൾക്കാരുണ്ട്. ചിലർ സ്വന്തമായിട്ട് വേറെ പരിപാടികളിലേക്ക് തിരിഞ്ഞു. ഇവരുടെ കൂടെ എല്ലാം ഞാനും അങ്ങ് കൂടി. അവിടുന്ന് ഈ പറഞ്ഞ പോലെ അങ്ങനെ അവിടുന്ന് പിന്നെ ഞങ്ങൾ അവിടുന്ന് 3-4 പേര് മാറി, ഞാനും ടോണിയും അനിയനും എല്ലാവരും കൂടെ മാറി വേറൊരിടത്തോട്ട് മാറി, ഒരു ഫ്ലാറ്റിലോട്ട് മാറി. എൻ്റെ ഫാമിലി വന്നവിടെ. അങ്ങനെ പോകുമ്പോഴാണ് ഞാൻ ഈ ഫ്ലവേഴ്സ് തുടങ്ങിയ സമയത്ത് ഞാൻ ഫ്ലവേഴ്സിൽ ഒരു 2-3 മാസം വർക്ക് ചെയ്തു. അതിൽ നിന്ന് കുറച്ച് പൈസയൊക്കെ കിട്ടി. അതെല്ലാം കൂടെ വെച്ചിട്ട് വീണ്ടും സിനിമയിലേക്ക് എന്നുള്ള രീതി പോകുമ്പോഴാണ് ആക്ഷൻ ഹീറോ ബിജു നടക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ഓർഡിനറി ചെയ്യുന്നുണ്ട്, ബെസ്റ്റ് ആക്ടർ ചെയ്തു, കുറേ സിനിമകൾ അതിൻ്റെ ഇടയ്ക്ക് ചെയ്തിട്ടുണ്ട്. ഫിലിമോഗ്രഫി നോക്കുമ്പോൾ ഏകദേശം എല്ലാ വർഷവും റിലീസുകളുണ്ട്. എല്ലാ വർഷവും 1-2 പടങ്ങളെങ്കിലും. പക്ഷെ അത് എൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ ഈ പടം ഇറങ്ങുമ്പോൾ ഞാൻ രക്ഷപ്പെടും, ഈ പടം ഇറങ്ങുമ്പോൾ ഞാൻ രക്ഷപ്പെടും എന്ന് പറഞ്ഞ് ഓരോ പടം ഇറങ്ങാൻ വേണ്ടി കാത്തിരിക്കും. പിന്നീടാണ് എനിക്ക് മനസ്സിലായത് അങ്ങനെ കാത്തിരിക്കേണ്ട കേസല്ല. നമ്മൾ ചെയ്തുകൊണ്ടേ ഇരിക്കണം. അത് എവിടെ പോയാലും ചാൻസ് തേടി കണ്ടുപിടിച്ച് ചെയ്തുകൊണ്ടേ ഇരിക്കണം എന്നുള്ളതൊക്കെ തിരിച്ചറിയുന്ന അന്നേരം. ആക്ഷൻ ഹീറോ ബിജു ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ ഉള്ള ക്രൈസിസ് എന്താണെന്ന് വെച്ചാൽ ഞാൻ കുറേ സംവിധായകരെ പരിചയപ്പെടുകയും എല്ലാവരുമായിട്ടും ബന്ധം ഉണ്ടാക്കുകയും ചെയ്തു. പക്ഷെ അവരാരും 2010 കഴിഞ്ഞോടുകൂടി സജീവമല്ലാതെ. കാരണം നമ്മൾ പുതിയ കുറേ ആൾക്കാരാണ് വരുന്നത്, പുതിയ സിനിമകളാണ് വരുന്നത്, കുറേ പുതിയ ഡയറക്ടേഴ്സ് വരുന്നു, പുതിയ റൈറ്റേഴ്സ് വരുന്നു. ഇവരൊക്കെ എവിടെ നിന്നാണ് ഈ സിനിമ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല. സിനിമ ഡിജിറ്റൽ ആയതോടുകൂടി എല്ലായിടത്തുനിന്നും സിനിമ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. ഇതൊക്കെ എവിടെ നിന്നാണ്, ഇതാരാ പുതിയ പടത്തിൻ്റെ, അതാരാ പുതിയ പടത്തിൻ്റെ. എബർട്ട് ഷൈനെ എനിക്ക് നേരത്തെ അറിയാവുന്നതുകൊണ്ടാണ് ആക്ഷൻ ഹീറോ ബിജുവിൽ ഞാൻ എത്തിയത്. എനിക്ക് ഒരുത്തരെയും പരിചയമില്ല. പിന്നെ ഞാൻ ഒന്നേന്ന് എല്ലാവരെയും ഫോൺ ചെയ്ത്. അപ്പം പൊറ്റക്കുഴി ജോസ് എന്ന് പറഞ്ഞ ക്യാരക്ടർ ശ്രദ്ധിക്കപ്പെട്ടുകൊണ്ട് എല്ലാവർക്കും എന്നെ തിരിച്ചറിയാൻ. സിനിമയിൽ അപ്പോഴത്തേനും ഒരു 10 വർഷത്തെ ഗ്യാപ്പായി. അപ്പം ഞാൻ ആങ്കർ എന്നുള്ള ആൾക്കാരുടെ മനസ്സിൽ നിന്ന് പെയ്യെ പോയി തുടങ്ങി. അങ്ങനെ നടൻ എന്നുള്ള നിലയിൽ അവസരങ്ങൾ കിട്ടി. ഒരു സീനെങ്കിലും 2 സീനെങ്കിലും ഇങ്ങനെ പോയ കൂട്ടത്തിൽ ഒരു മധുരരാജ സംഭവിച്ചു. വൈശാഖും ഉദയേട്ടനുമായിട്ടൊക്കെ ബന്ധമുണ്ടായി. ഇരയാണ് ഇതിനൊക്കെ, ഇര എന്ന് പറഞ്ഞ സിനിമയാണ് ഇതിനൊക്കെ കാരണമായത്. നവീനും സൈജുവും ഇര ചെയ്തു, വൈശാഖ് ഉദയേട്ടനുമായിരുന്നു എൻ്റെ പ്രൊഡ്യൂസേഴ്സ്. അപ്പോൾ അവരുമായിട്ട് ബന്ധമുണ്ടായി. അങ്ങനെ മധുരരാജിൽ മമ്മൂക്കയുടെ ഒപ്പം അങ്ങനെ ഒരു വലിയ ക്യാരക്ടർ കിട്ടി. തരുണുമായിട്ട് പരിചയപ്പെട്ടു, തരുണുമായിട്ടൊരു ആത്മബന്ധം ഉണ്ടായി. അങ്ങനെയാണ് ഓപ്പറേഷൻ ജാവ സിനിമയിലേക്ക് എത്തുന്നത്. പിന്നെ കോവിഡ് ഗ്യാപ്പ്. പഴയ കുറേ ആക്ടേഴ്സിന് അനാരോഗ്യം മൂലം, പ്രശ്നങ്ങൾ മൂലം ക്യാരക്ടർ ആർട്ടിസ്റ്റുകളുടെ ഒരു ഗ്യാപ്പ് വരുന്നു. കോവിഡിൻ്റെ സമയത്ത് ജോണി ചേട്ടൻ മറ്റേ വരണ ആവശ്യമുണ്ട് എന്നുള്ള സിനിമയിലൂടെ ജോണി ചേട്ടൻ ശ്രദ്ധിക്കപ്പെടുന്നു. ജോണി ആൻ്റണി പെട്ടെന്ന് അദ്ദേഹം ഇതിൽ പോന്നു. അതുപോലെ തന്നെ ഓപ്പറേഷൻ ജാവയിലെ ഞങ്ങളെല്ലാവരും ശ്രദ്ധിക്കപ്പെടുന്നു. എനിക്കും അവസരങ്ങൾ വന്നു തുടങ്ങുന്നു. അങ്ങനെ കോവിഡിന് ശേഷമാണ് ഈ പരിപാടികളൊക്കെ ഇങ്ങനെ പോകുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് കൃഷാന്ത് പുരുഷപ്രേതം എന്നോട് പറയുന്നുണ്ട് 2018 പറയുന്നുണ്ട്, മധുരാജയുടെയൊക്കെ സമയത്ത് പറഞ്ഞതാണ്, ഇതെങ്ങനെ ഉണ്ടാക്കും നമുക്കറിയത്തില്ല, ഇതെങ്ങനെ ഒരു സിനിമയാക്കി മാറ്റും. ഞാൻ നായകനാവുന്നൊരു പടത്തിന് ഞാൻ എങ്ങനെ പോയി ഞാൻ നായകനാവുന്നൊരു പടം പ്രൊഡ്യൂസ് ചെയ്യണമെന്ന് വേറൊരാളോട് പറയും. കാരണം എനിക്ക് മാർക്കറ്റില്ല, അയാളുടെ പൈസ എനിക്ക് വേണ്ടി കളയാൻ ഞാൻ അയാളുടെ മച്ചാനോ മച്ചനോ ഒന്നും അല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് അത് പറയാനുള്ള മടി. പക്ഷേ ഈ മാറിയ സാഹചര്യത്തിൽ കോവിഡ് കഴിഞ്ഞ് കുറേ പുതിയ സിനിമയ്ക്ക് ബിസിനസ്സിന് പുതിയ കുറേ സാധ്യതകൾ തെളിഞ്ഞു വരുന്നു. OTT പ്ലാറ്റ്ഫോംസ് വരുന്നു. നമ്മളൊരു ചെറിയ സിനിമ ചെയ്താൽ വലിയ നഷ്ടമില്ലാതെ അത് സെല്ല് ചെയ്യാൻ പറ്റുന്നൊരു സാഹചര്യം ഉണ്ടായി വരുന്നു. അങ്ങനെ എല്ലാം കൂടെ വരുന്നു. കൃഷാന്തിന് സ്റ്റേറ്റ് അവാർഡ് കിട്ടുന്നു. കൃഷാന്തിൻ്റെ സിനിമകൾ ശ്രദ്ധിക്കപ്പെട്ട് തുടങ്ങുന്നു. അപ്പോൾ ഞാൻ മനസ്സുകൊണ്ട് അങ്ങ് തീരുമാനിച്ചു കടം മേടിച്ചിട്ടാണെങ്കിൽ ഈ സിനിമ ചെയ്യാം, അല്ലാതെ എനിക്ക് ഒരിക്കലും അങ്ങനെ ഒരു ജമ്പ് എനിക്ക് കിട്ടില്ല. ഇപ്പോൾ മാക്സിമം പോയാലും ഒരു 1 കോടി രൂപ കടം വരും. ആ കടം ഒരു 5 വർഷം കൊണ്ടെങ്കിലും നമുക്ക് വീട്ടാൻ പറ്റുമായിരിക്കും. ഈ സിനിമ ചെയ്താൽ വേറെ പടങ്ങൾ നമ്മൾ തെണ്ടിയാണെങ്കിലും മേടിക്കും, എന്നിട്ട് ആ കടം വീട്ടും, അത് കഴിഞ്ഞിട്ട് മതിയല്ലോ ബാക്കി എന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഞാൻ ആ സിനിമ ഞാൻ തന്നെ എവിടെന്നെങ്കിലും പൈസ കണ്ടെത്തി ചെയ്യാമെന്ന് പറഞ്ഞ് ഇറങ്ങുന്നതും. അതിൻ്റെ പുറകെ ആൽക്കമിസ്റ്റിൽ പറയുന്ന പോലെ എന്നെ യൂണിവേഴ്സ് സപ്പോർട്ട് ചെയ്തു. അപ്പം നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ
ഇൻവെസ്റ്റേഴ്സ് വന്നു. അങ്ങനെ ആ സിനിമ ചെയ്തു, അത് ലാഭകരമായി തീർന്നു. അങ്ങനെയാണ് ഈ പറയുന്ന കൂട്ടുകാരൻ എന്ന് പറയുന്ന പോസ്റ്റിൽ നിന്നും ഒരു സെൻട്രൽ ക്യാരക്ടറിലേക്ക് ഞാൻ എത്തുന്നത്. ഇതിനകത്ത് ഭൂരിഭാഗവും നമ്മളുടെ അറിവില്ലായ്മയും നമ്മളെ ഗൈഡ് ചെയ്യാൻ ആരും ഇല്ലാത്തതിൻ്റെയും കുഴപ്പം കൊണ്ടാണ് ഇത്രയും ഡിലേ വന്നത്. പിന്നെ സ്മാർട്ട് വർക്ക് ചെയ്യാൻ നമുക്കറിയത്തില്ലായിരുന്നു. അതെ, ഹാർഡ് വർക്ക് അല്ല, ഹാർഡ് വർക്കും സ്മാർട്ട് വർക്കും ലക്കും എല്ലാം ഒക്കെ ഉണ്ട്, എല്ലാം വരണം. പിന്നെ ഒരാൾ ഇങ്ങനെ ചെയ്തു, അയാൾ രക്ഷപ്പെട്ടു, നമ്മളും അതേ വഴിക്ക് പോയ ഓരോരുത്തരുടെയും റൂട്ട് വേറെ വേറെയാണ്. ഞാനിപ്പോൾ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു, അപ്പോൾ ഈ റൂട്ടിൽ പിടിച്ചു നോക്കാം എന്ന് പറഞ്ഞ് ഒരാൾ ഇറങ്ങി തിരിച്ചാൽ ചിലപ്പം അയാൾക്ക് എത്താൻ പറ്റിയെന്ന് വരത്തില്ല, ഇത്രയും പോലും എത്താൻ പറ്റിയെന്ന് വരത്തില്ല. അപ്പം അങ്ങനെയാണ് സെൻട്രൽ ക്യാരക്ടറിലേക്ക് എത്തിയത്. സെൻട്രൽ ക്യാരക്ടർ ചെയ്ത് കഴിഞ്ഞപ്പം ഇനി നായക വേഷങ്ങൾ മാത്രമേ ചെയ്യുള്ളൂ എന്ന് എനിക്ക് തീരുമാനിക്കാൻ പറ്റത്തില്ലല്ലോ. കാരണം എനിക്ക് അതുപോലെ നമ്മളുടെ ബാധ്യതകൾ വർദ്ധിച്ചു, നമുക്ക് കൃത്യമായൊരു ഇൻകം വന്നുകൊണ്ടേ ഇരിക്കേണ്ട ഒരു ആവശ്യമുണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ മനസ്സിൽ വരുന്ന സിനിമകളെല്ലാം ചെയ്യുക, ക്യാരക്ടേഴ്സ് തീരെ ഇമ്പോർട്ടൻസ് ഇല്ലാത്തത് ചെയ്യണ്ട, നമുക്ക് ഇമ്പോർട്ടൻസ് ഉള്ള ക്യാരക്ടേഴ്സ് ചെയ്യുക. നമ്മളെ സിനിമ ചെയ്യാൻ വിളിക്കുന്ന ആൾക്കാരുടെ അടുത്ത് നിന്ന് നമ്മൾ എത്രത്തോളം അവർക്ക് ആവശ്യമുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക. അങ്ങനെ ആവശ്യമുണ്ട് എന്ന് തോന്നിയാൽ, അതായത് എന്നെ അവർക്ക് ആവശ്യമുണ്ട് എന്ന് തോന്നിക്കഴിഞ്ഞാൽ അത് ശമ്പളം നോക്കാതെ ചെയ്യണം. എന്നെ ആവശ്യമില്ല, ഈ വേഷം ചെയ്യാൻ ഒരാൾ മതി എന്നുള്ളത് വെച്ചാൽ മാന്യമായ ശമ്പളം മേടിച്ച് ചെയ്യണം എന്നൊക്കെയുള്ള തീരുമാനങ്ങളിലേക്ക് എത്തിയത് എങ്ങനെയാണ്? എനിക്ക് തോന്നുന്നു അതുപോലെ തന്നെ ഇപ്പം ആക്ഷൻ ഹീറോ ബിജുവിൻ്റെ കാര്യം പറഞ്ഞല്ലോ. ഞാൻ ഈ അടുത്തൊരു ഇൻ്റർവ്യൂവിലാണ് ഞാൻ ശ്രദ്ധിച്ചത്. അതായത് അത്രയും നാൾ മുൻപുണ്ടായിരുന്നൊരു ആക്ടിങ് പാറ്റേൺ ഡബ്ബിങ് സ്റ്റുഡിയോ കയറിയപ്പം എനിക്ക് ഭയങ്കര അത്ഭുതം തോന്നിപ്പോയി സ്വന്തം പെർഫോമൻസ് കണ്ട്. അത് എന്തായിരുന്നു ആ ഒരു ട്രാൻസ്ഫോർമേഷൻ, അതിന് മുൻപേ ചെയ്തതും ആ ഒരു ക്യാരക്ടറും സംഭവിച്ചു? അതുവരെ എന്ന് പറഞ്ഞാൽ നമ്മൾ സിനിമ ഓൾവേസ് ലാർജർ ദാൻ ലൈഫ് എന്നാണല്ലോ പറയുക. അതായത് നമ്മളെപ്പോലുള്ള മനുഷ്യരെ ഇങ്ങനെ നോക്കിയാണ് കാണുന്നത്. തിയേറ്ററിൽ പോയി കഴിഞ്ഞാൽ ഭയങ്കര വലിയ നമ്മൾ ഇങ്ങനെ ഇരുന്ന്, അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ ഇരുന്ന് നോക്കുമ്പോൾ നമ്മളെപ്പോലുള്ള മനുഷ്യർ ഇത്ര വലുപ്പത്തിലാണ്. ലാർജർ ദാൻ ലൈഫാണ് പ്ലോട്ടുകളും കഥകളും നടന്നുകൊണ്ടിരുന്നത്. അപ്പം നമുക്ക് ഒരു പോലീസുകാരൻ്റെ ചേട്ടത്തടിക്കാനൊന്നും നമുക്ക് ധൈര്യമില്ല, പക്ഷെ നായകനടിക്കും. നമ്മുടെ മനസ്സിലെ ആഗ്രഹങ്ങൾ അവിടെ പൂർത്തീകരിക്കപ്പെടുകയാണ് സ്ക്രീനിൽ. അപ്പം എപ്പോഴും ജീവിതത്തിലൊരു പൊടിക്ക് മുകളിലാണ് കാര്യങ്ങൾ നടന്നുണ്ട് സ്ക്രീനിൽ. അത് കണ്ടു വളർന്ന ആൾക്കാരാണ് നമ്മൾ. അപ്പം നമ്മൾ പെർഫോം ചെയ്യുമ്പോൾ, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ആക്ഷൻ ഹീറോ ബിജുവിൽ ഞാൻ അതുവരെയും അഭിനയിച്ചിരുന്നതും പെർഫോം ചെയ്തിരുന്നതൊക്കെ അതാണ്. സിനിമയിൽ കണ്ടിട്ടുള്ള ആൾക്കാർ എങ്ങനെയാണോ അഭിനയിക്കുന്നത് അത് പോലെ അങ്ങ് പെർഫോം ചെയ്യാന്നുള്ളതാണ്. അത് ഭയങ്കര ലൗഡ് പെർഫോമൻസ് ആയിരുന്നു അന്നത്തെ സിനിമയിൽ. ആ ലൗഡ് പെർഫോമൻസ് വേണമായിരുന്നു. അതെ, അതൊരു തരം ഒരു സിനിമാറ്റിക് അല്ലെ, ഒരു രീതിയിൽ ഡ്രാമാറ്റിക് അല്ലെ, നാച്ചുറൽ എന്ന് പറയാൻ പറ്റുമോന്ന് വെച്ചാൽ ആ രീതിയിലുള്ള ഒരു പടങ്ങളായിരുന്നു, ആ ടൈപ്പ് ഓഫ് ആക്ടിങ് ആയിരുന്നു എല്ലാം പോയിരുന്നത്. അതെ, ഇപ്പം ഓർമ്മയുണ്ടായി മുഖം, ഓർമ്മയുണ്ടായി മുഖം, പല മുഖങ്ങൾ ഇങ്ങനെ കയറി ഇറങ്ങി പോയതല്ലേ എന്ന് പറയുന്ന ആ ഡയലോഗ് അത്രയും ആൾക്കാരുടെ മുമ്പിൽ ഒരു മന്ത്രി പത്നിയോട് ഒരിക്കലും ഒരു പോലീസുകാരൻ പോയി അത് പറയില്ല. പക്ഷെ ആ സിനിമയിൽ നമ്മളത് കണ്ടു, അത് വിശ്വസിച്ചു, അതിന് കൈയടിച്ചു. ഇന്നാണെങ്കിൽ ആ സീൻ ചിലപ്പോൾ ഒരു മാഡം ഒരു മിനിറ്റ് ഒന്ന് വരുമോ എന്ന് പറഞ്ഞാൽ മാറ്റിക്കൊണ്ട്, മാഡത്തിന് എന്നെ ഓർമ്മയുണ്ടോ, ഒത്തിരി പേരെ കാണുന്നില്ലേ മാം, മറന്നു കാണാം, എന്നാലും ഞാൻ പറയാം. ചിലപ്പോൾ ഇങ്ങനെ ആയിരിക്കും അത് ഇന്ന് പ്രസൻറ്റ് ചെയ്യുക. കാരണം സിനിമ റിയലിസ്റ്റിക് അപ്രോച്ചിലേക്ക് ഭയങ്കരമായിട്ട് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമായിരുന്നു അത്. പക്ഷെ നമ്മൾ ചെയ്തു വന്നൊരു രീതിയും നമ്മൾ കണ്ടുപഠിച്ചൊരു രീതിയും വെച്ചിട്ട് ഈ മാറ്റം നമുക്ക് എനിക്ക് മനസ്സിലായില്ല. അപ്പം ഞാൻ ഇതേപോലെ പോലീസ് സ്റ്റേഷനിൽ പോയി ഇതേ മീറ്ററിലാണ് ഞാൻ പെർഫോം ചെയ്തത്. ഇതൊക്കെ എത്ര വലിയ, ഞാൻ യൂത്ത് വിങ്ങിൻ്റെ ആളാണ്, ഇയാൾ വെറും ഒരു പോലീസുകാരനാണ്. എൻ്റെ ഒറ്റ വിളിയിൽ മന്ത്രി MLA ഒക്കെ ഉണ്ട്, ഇവനെ വേണ്ടി വന്നാൽ ഇവിടുന്ന് ഞാൻ മാറ്റും. ആ കോൺഫിഡൻസ് എനിക്കുണ്ട്. അപ്പം ഞാൻ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് പറയുന്നത് അങ്ങനെയാണ്, ഞാൻ അങ്ങനെയാണ് പെർഫോം ചെയ്ത് തുടങ്ങിയത്. ഇതൊക്കെ എത്ര വലിയ പ്രശ്നമാണ് സാറേ, ഒരു പട്ടി അടിച്ചാണ് ഇത്ര വലിയ കാര്യം, നിങ്ങൾക്കൊക്കെ എന്തെങ്കിലും ആവശ്യം വരുമ്പോൾ നമ്മളൊക്കെ തന്നെ വേണം എന്ന് പറഞ്ഞാൽ അതാണ് ഞാൻ ചെയ്ത മീറ്റർ. അപ്പോൾ ഞാൻ വളരെ കറക്റ്റായിട്ടാണ് ഞാൻ ചെയ്തേക്കുന്നത്. ഞാൻ ഭയങ്കര ഹാപ്പിയാണ് ഞാൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ. പക്ഷേ ഷൈൻ സമ്മതിക്കുന്നില്ല. ഷൈൻ എന്നെ വിളിച്ചിട്ട് ഷൈൻ പറയാം, എടോ എന്തിനാടോ ഇത്രയൊക്കെ ഷോ കാണിക്കുന്നത്, താൻ പോയി പെയ്യങ്ങ് പറഞ്ഞാൽ മതി, അത്
എനിക്കത് മനസ്സിലാവുന്നില്ല. ഇപ്പം ഈ അങ്ങനെ പറഞ്ഞാൽ നിങ്ങൾ ഇപ്പം പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, കാരണം നിങ്ങളത് കണ്ടു, കണ്ടതാണ് ഇന്നത്തെ അപ്രോച്ചുകൾ നിങ്ങൾക്ക് മനസ്സിലായി. അതെ അന്ന് എനിക്ക് ആ മനസ്സിലാവുന്നില്ല. സ്പോട്ടിൽ മനസ്സിലാവുന്നില്ല. അപ്പം ഞാൻ പയ്യെ പറഞ്ഞാൽ മതി. അപ്പം ഞാൻ പറഞ്ഞു ശരി, ഞാൻ എൻ്റെ കൈയെടുക്കലുകളൊക്കെ കുറച്ചു. ഇതൊക്കെ അത്ര വലിയ പ്രശ്നമാണോ സാറേ? അപ്പോഴും അങ്ങനെയായി. ആ. അപ്പം ഷൈൻ ക്യാമറയുടെ പറയുന്നത് ഇങ്ങനെ അങ്ങനെ ഞാൻ ഇതൊക്കെ എത്ര വലിയ പ്രശ്നമാണോ സാറേ? ഇതൊക്കെ എത്ര വലിയ പ്രശ്നമാണോ സാറേ? അങ്ങനെ അങ്ങനെ താന്നതെന്ന് ലാസ്റ്റ് സാറേ ഇതൊക്കെ എത്ര വലിയ പ്രശ്നമാണ്, ഒരു പട്ടിയടിച്ച കേസൊക്കെ അതെ അത് മതി. എനിക്കാണെങ്കിൽ അങ്ങ് നിരാശയായിപ്പോയി. ഞാൻ ഓർത്ത് ദൈവമേ എൻ്റെ കരിയർ ഇവിടെ അവസാനിച്ചു. ഒന്നും കാരണം ഇവൻ ചെയ്തില്ല. അഭിനയിക്കാൻ അറിയത്തില്ല, നാട്ടുകാർ പറയത്തില്ലേ. അപ്പം ഒരു ഭാവപ്രകടനം നടത്താൻ പറ്റിയില്ല ആ നമുക്ക്. ഭാവപ്രകടനം നടത്താൻ പറ്റുന്നില്ല. പറ്റിയില്ല. അതെ അതെ വെറുതെ എന്ന് പറഞ്ഞ് കത്ത് പോകുന്നു. ഉം. എന്നിട്ട് എനിക്ക് ആ സീനൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേന് അതിനു മുമ്പ് ചില സാധനങ്ങളൊക്കെ കറക്റ്റായിട്ട് വീഴുന്നുണ്ട്. ആ. ഇങ്ങനത്തെ ഈ റിയാക്ഷൻസ് ഒക്കെ കറക്റ്റാണ്. എനിക്ക് അതല്ലോ ഓക്കെയാണ്. ഓക്കെയാണ്. പക്ഷെ ഡയലോഗ് പ്രസൻറ്റേഷൻ വരുമ്പോഴാണ് ഈ ലൗഡിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. പോകുന്നത്. ഇപ്പം താനൊന്ന് പുറത്തിറങ്ങിയിരിക്കുക, ആവശ്യമുണ്ടെങ്കിൽ വിളിപ്പിക്കാന്ന് പറയുമ്പോൾ ഞാൻ ബിജു പൗലോസിനെ നോക്കി ചിരിച്ചിട്ട് ഇറങ്ങിപ്പോകുന്നത് ആ അതൊരു ഡിഫറെൻറ്റ് റിയാക്ഷൻ ആയിരുന്നു. ആ പൊതുവേ എല്ലാവരും അങ്ങനെ ഒരു ചമ്മൽ വരുമ്പോൾ ശരി സാർ അങ്ങനെ എന്തെങ്കിലും ഒരു സാധനം ഇടുക. ഉള്ളൂ. ഞാനും അതാണ് ഇടേണ്ടത്. അതെ. പക്ഷെ അന്നേരം എന്താ എനിക്ക് ചമ്മിയില്ല എന്ന് കാണിക്കാൻ വേണ്ടി ഒരു, കാണിക്കണം. അതെ 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 അതായത് വക്കീലിൻ്റെ മുമ്പിലും മറ്റു പോലീസുകാരുടെ മുമ്പിലും ഞങ്ങൾ തമ്മിലൊരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ട്, ഉണ്ട്. അതിൻ്റെ പുറത്ത് പറഞ്ഞാണെന്ന് കാണിക്കാനുള്ളൊരു ശ്രമം പോലെ അന്നേരം എൻ്റെ തലയിൽ തോന്നിയത് ഞാൻ ചെയ്തു. അത് ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടുള്ള റിയാക്ഷൻ ആയിരുന്നു. ഇതെല്ലാം കഴിഞ്ഞ് ഞാൻ വളരെ മറ്റേ പെർഫോമൻസ് എൻ്റെ മനസ്സിൽ അന്നേരം ഒക്കെ ഉണ്ട്. ഈ റിയാക്ഷൻസ് ഒക്കെ കഴിഞ്ഞ് എനിക്ക് ഇയാളുടെ മുമ്പിൽ എനിക്കൊരു പെർഫോമൻസ് ഉണ്ട്, ഇയാളെ ഇങ്ങനെ വിരട്ടുന്നൊരു പെർഫോമൻസ് ഉണ്ട് എൻ്റെ. അതിനുവേണ്ടിയാണ് ഈ കാത്തുന്നത്. അതാണ് ഈ ചവിട്ടിക്കൂട്ടി ചെറുതാക്കി താഴെ കൊണ്ടുവന്ന് ഒന്നും പറയാത്ത രീതിയിലാക്കി ചെയ്തേക്കുന്നത്. എനിക്ക് നിരാശയായി. പോട്ടെ, ഈ സംവിധായകൻ അതാണ് വേണ്ടത്, എനിക്ക് സംവിധായകൻ അത് കൊടുക്കും, പുള്ളി ഹാപ്പിയാണല്ലോ മതി എന്നൊക്കെ പറഞ്ഞ് ഞാൻ പോയിട്ട് സിങ് സൗണ്ടാണ്. അപ്പം ഡബ്ബിങ്ങിൻ്റെ ആവശ്യം വരുമെന്ന് നമ്മൾ ഓർത്തില്ല. കുറേ കഴിഞ്ഞപ്പം എന്നെ ഡബ് ചെയ്യാൻ വിളിച്ചു. അപ്പോൾ നമ്മൾ സിങ് സൗണ്ട് അല്ലായിരുന്നു, ആണ് കുറച്ച് സൗണ്ടിൻ്റെ കുറച്ച് പ്രശ്നങ്ങളുണ്ട് വരാൻ പറഞ്ഞു. ഡബ് ചെയ്യാൻ വന്നിട്ട് ഞാൻ സ്ക്രീനിൽ ഇത് കാണുമ്പോഴത്തേന് അപ്പം ചെറിയൊരു കാലയളവുണ്ട്, ഒരു 7-8 മാസം അഭിനയിച്ച് കഴിഞ്ഞിട്ട് 7-8 മാസം കഴിഞ്ഞു. റിയലിസ്റ്റിക് സിനിമകൾ സ്ക്രീനിൽ വന്നു തുടങ്ങി, അത് ഞാൻ സ്ക്രീനിൽ കാണുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഏതാണ്ട് നമുക്ക് മനസ്സിലായി തുടങ്ങിയിട്ടുണ്ട് സിനിമയിലെ പെർഫോമൻസ്. നമ്മൾ അത്ഭുതപ്പെടുന്നുണ്ട്, ഇതെങ്ങനെയാണ് ഇത്ര നോർമലായിട്ട് ഇവർക്ക് ചെയ്യാൻ പറ്റുന്നത്. നമ്മളൊക്കെ കാണുന്ന പോലെ അല്ലേ ആൾക്കാരെ കാണും, എങ്ങനെയാണ് നോർമലായിട്ട് ചെയ്യാൻ പറ്റുന്നത്, എന്ത് റിയലായിട്ടാണ് ഫീൽ ചെയ്യുന്നതെന്നൊക്കെ നമുക്ക് മനസ്സിലായി തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ ഇടയ്ക്കാണ് ഈ ഡബിന് പോയിട്ട് സ്ക്രീനിൽ ഞാൻ എന്നെ അതുപോലെ കാണുന്നത്. ഇയാൾ കൊള്ളാൻ എന്ത് രസമായിട്ടുണ്ട്, എന്ത് രസമായിട്ട് അഭിനയിച്ചിട്ടുണ്ട്, അഭിനയിക്കാൻ തോന്നുന്നേ ഇല്ല എന്ന് പറയുന്നൊരു സാധനം എനിക്ക്, ഞാൻ വേറൊരാളെ കാണുന്ന പോലെ എനിക്ക് അതുവരെ ഞാൻ സ്ക്രീനിൽ കണ്ടിട്ടുള്ള ഞാനല്ല. അപ്പോൾ അതുവരെ ഞാൻ അഭിനയിക്കുകയായിരുന്നു, മനസ്സിലായി. അപ്പം ഇത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര എനർജി കയറിയിട്ട് ഞാൻ ഇന്ന് തുള്ളിച്ചാടി അവിടെ ഇങ്ങനെ. അപ്പോഴാണ് ഈ സംവിധായകൻ്റെ കലയാണ് സിനിമ എന്നുള്ളത് ഞാൻ യഥാർത്ഥത്തിൽ തിരിച്ചറിഞ്ഞിട്ടുണ്ടാവുക എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഞാൻ അതിൽ റിസർച്ച് നടത്താൻ തുടങ്ങി. ഇതെങ്ങനെ ഈ മാറ്റം എങ്ങനെയാണ് കുറച്ചും കൂടെ നന്നായിട്ട് എന്നുവെച്ചാൽ റിസർച്ച് നടത്താന്ന് വെച്ചാൽ നമ്മൾ സിനിമകൾ കാണുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കാൻ തുടങ്ങി ഇവരൊക്കെ എങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ പണ്ടും അതുപോലെ ചെയ്തിരുന്ന ഒരു ആക്ടറാണ് മണികണ്ഠൻ പട്ടാമ്പി എന്ന് പറയുന്നത്, നമ്മുടെ മറിമായത്തിലൊക്കെ. അപ്പം ഞാൻ ഓർത്തു മണികണ്ഠനെ എന്തുകൊണ്ടാണ് എല്ലാവരും മീശമാധവൻ ഓർത്തിരിക്കുന്നത്. വെടിവഴിപാട് വിളിച്ചു പറയാതിരിക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുമ്പോൾ ഈ വെടിവഴിപാടാവുമ്പോൾ എന്ന് പറഞ്ഞ് ഇങ്ങനെ മറ്റേ പുള്ളിയോട് വിളിച്ച് ചോദിച്ചാൽ മതി. പക്ഷെ അതിൻ്റെ ഇടയ്ക്ക് ഒരു ആവശ്യമില്ല, പുള്ളി താടിയെ ചൊറിഞ്ഞു. അത് ഭയങ്കര നാച്ചുറലാണ്. ഈ വെടിവഴിപാട് വിളിച്ച് അപ്പം നമ്മൾ അയാളെ ശ്രദ്ധിച്ചു, അയാളുടെ മുഖം നമ്മുടെ മനസ്സിൽ പതിഞ്ഞു. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അതുവരെയും സ്ക്രീനിൽ കണ്ടിട്ടില്ലാത്ത തരത്തിൽ ഒരു ബിഹേവിയറാണ് നമ്മൾ അവിടെ കാണുന്നത്. അപ്പം മണിച്ചേട്ടനൊക്കെ ബ്രില്യൻ്റ് ആക്ടറാണ് പണ്ട് തൊട്ടേ. എത്രയും അല്ല, അവരൊക്കെ അങ്ങനെയാണ് അതിനെ അപ്രോച്ച് ചെയ്തിരുന്നത്. നമ്മൾ അന്ന് സിനിമ അപ്പം അതുവരെയും നമ്മൾ അഭിനയത്തെയോ സിനിമയോ സീരിയസ് ആയിട്ട് നമ്മൾ സീരിയസ് ആയിട്ട് എടുത്തിട്ടില്ലായിരുന്നു എന്നൊക്കെയുള്ള നമ്മൾ എന്നിരുന്ന് ഓർക്കുമ്പോൾ അത് തിരിച്ചറിയുന്നത്. അപ്പം നമ്മൾ ഒത്തിരി കാര്യങ്ങൾ പഠിക്കാനുണ്ട്, ഒത്തിരി കാര്യങ്ങൾ അതിന് അറിവ് വേണം, അതിനുവേണ്ടി ശ്രമിക്കണം.
എങ്കിലേ നമുക്ക് ഈ മാറ്റം തിരിച്ചറിയാൻ പറ്റത്തുള്ളൂ. അതെ അതെ. ഒരാളൊരു കാര്യം പറഞ്ഞു തരുമ്പം അതിനകത്തൊരു സെൻസ് ഉണ്ടെന്ന് മനസ്സിലാവത്തുള്ളൂ. ഉം, ഉം, ഉം. ഒരുപക്ഷെ ഞാനന്ന് ഷൈനിനേക്കാളും മേളിലാണ് ഞാനെന്ന് എനിക്ക് തോന്നിയിരുന്നെങ്കിൽ ഒരിക്കലും അയാൾ പറഞ്ഞ പോലെ ഞാൻ പെർഫോം ചെയ്യത്തില്ല. ചെയ്യില്ല. അവിടെ എന്തെങ്കിലും ഒരു ഈഗോ ക്ലാഷ് അല്ലേ, അങ്ങനെ ഈഗോ ഒരു ക്ലാഷ് ഓക്കെ. വരികയും ഞാനത് ചെയ്യാതിരിക്കുകയും ചിലപ്പോൾ അയാൾ എന്നെ ആ സിനിമയിൽ നിന്ന് മാറ്റുകയും ഒക്കെ ചെയ്യാം. അതെ 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 അതെ. അവരെന്ത് പറഞ്ഞോ അതുപോലെ തന്നെ. അത് നമ്മൾ ആ ചേഞ്ച് നമുക്ക് മനസ്സിലാവണമെങ്കിൽ നമ്മൾ അത്രയും ഫ്ലെക്സിബിൾ ആയിരിക്കണം. അതെ നമ്മൾ ഇത് ഫ്ലെക്സിബിൾ ആവുക എന്നുള്ളതിനേക്കാൾ ഉപരി നമുക്ക് ആ ഒരു അറിവ് വേണം. അതെ 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 ഈ പറയുന്നതിൽ സെൻസ് ഉണ്ടെന്ന് മനസ്സിലാവണമെങ്കിൽ പോലും അതെ അതെ. അക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരു മൈൻഡും അല്ലെ, ഇങ്ങനെ ഒരു ചേഞ്ച്, ഒരു അഡാപ്റ്റ് അല്ലെ, നമ്മൾ ഇങ്ങനെ ഒരു ചേഞ്ചസ് എപ്പോഴും വന്നുകൊണ്ടിരിക്കുന്ന ഒരു അല്ല, ഇങ്ങനെ ഇതാണല്ലോ. പല നിർദ്ദേശങ്ങൾ പലരും നമ്മളോട് പറയുന്നുണ്ടല്ലോ. പറയും. അതെല്ലാം നമ്മൾ സ്വീകരിക്കുന്നില്ലല്ലോ. ആ, അതും ശരിയാണ്. ഇപ്പം എന്തുകൊണ്ടാണ് നമ്മളത് സ്വീകരിച്ചത്? അതെ, അതിലെന്തോ ഒരു കാര്യം ഉണ്ടെന്ന് അവിടെ നിന്നൊരു തോന്നലുണ്ടായി. അങ്ങനെ അങ്ങനെ പെർഫോം ചെയ്ത് നോക്കാം. ഓക്കെ ഓക്കെ എനിക്കറിയത്തില്ല, ചിലപ്പോൾ അതൊക്കെ ആയിരിക്കും. ഓക്കെ ആയിരിക്കും. ഓക്കെ. ഇനിയിപ്പോൾ നമുക്കൊന്ന് ഫാമിലിയിലേക്ക് വരികയാണെങ്കിൽ, അതായത് ഇപ്പം നേരത്തെ പറഞ്ഞല്ലോ, ഇപ്പോൾ കല്യാണത്തിന് ശേഷം ഒരു സമയത്ത് ഈ പറഞ്ഞ പോലെ സിനിമകൾ കുറഞ്ഞു വന്നു, ഇൻകം കുറഞ്ഞു വന്നു, വൈഫ് ചെന്നൈയിൽ പോയി വർക്ക് ചെയ്തു. അപ്പോൾ ഫാമിലി എന്ന് പറയുമ്പോൾ അച്ഛൻ വളരെ സപ്പോർട്ടീവാണ് ചെറുപ്പം മുതലേ. പക്ഷേ ഈ വൈഫുമായിട്ട് താമസിക്കുമ്പം, അതായത് ഇൻകം എന്ന് സാമ്പത്തികം വളരെ വലിയൊരു ഘടകമാണ്. അപ്പോൾ അതിൻ്റെ പേരിൽ ഈ സിനിമയെ വന്നതിന് പറ്റി എന്തെങ്കിലും ചൊല്ലി തർക്കങ്ങളോ വലിയ വലിയ പ്രശ്നങ്ങളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടോ? കാര്യം ഈ സിനിമ നിർത്തണമെന്ന് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ ഈ ഒരു കാര്യത്തിൻ്റെ പേരിൽ? ഇല്ല ഇല്ല. ഇല്ല, അങ്ങനെ തോന്നിയിട്ടേ ഇല്ല. ഒരിക്കലും എനിക്ക് തോന്നിയിട്ടുണ്ടോ? അതെ 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 അതെ. ഈ സിനിമയിലെ ദാരിദ്ര്യം കൊണ്ടോ സിനിമയിലെ വരുമാനം ഇല്ലാത്തതുകൊണ്ടോ സിനിമ നിർത്തണമെന്ന് എനിക്ക് ഒരിക്കലും തോന്നിയിട്ടില്ല. തോന്നിയിട്ടില്ല. ഇല്ല. കാര്യം അത് കാരണം എനിക്ക് വേറൊരു പണി അറിയത്തില്ല. വേറെ എന്ത് ചെയ്യാൻ പോയാലും ഞാൻ ഫെയിലിയർ ആണെന്ന് എനിക്ക് അറിയാം. അറിയാം. എനിക്ക് തോന്നുന്നു ഫെയിലിയർ ആവുമെന്ന്. ഓക്കെ. കാരണം എനിക്ക് ഞാൻ ടി വിയിലൊക്കെ ഇത്രയും ആൾക്കാർ തിരിച്ചറിയുന്ന ഒരു വ്യക്തിയായിട്ട് നടന്നിട്ട് പിന്നെ ഞാനിപ്പം മാർക്കറ്റിംഗ് ചെയ്യാൻ പോയെന്ന് വെച്ചു, അല്ലെങ്കിൽ വേറൊരു ജോലി ചെയ്യാൻ പോയെന്ന് വെച്ചു, ഞാൻ അവിടെ പോയി ഞാനൊരിക്കലും എനിക്ക് കോൺഫിഡൻ്റ് ആയിട്ട് അവിടെ ഇരിക്കാൻ പറ്റത്തില്ല. അയാൾ എന്നെ തിരിച്ചറിയുമോ? തിരിച്ചറിഞ്ഞാൽ ചോദിക്കത്തില്ലേ? ഔട്ടായെന്ന് തിരിച്ചറിയത്തില്ലേ? സിനിമയിൽ നിന്ന് ഇയാൾ പുറത്തായി, അല്ലെങ്കിൽ ടി വിയിൽ നിന്ന് ഇയാൾ പുറത്തായി, ഇപ്പം ആ പണിയൊന്നും കിട്ടുന്നില്ല, അതുകൊണ്ട് വേറെ പണി എടുക്കാൻ വന്നാണെന്നുള്ളത് ഇയാൾ തിരിച്ചറിയത്തില്ലേ എന്ന് പറയുന്ന ഒരു അപകർഷതാബോധം എന്നെ ഭരിക്കില്ലേ? ഓക്കെ. അപ്പോൾ വേറൊരു പണിയും ചെയ്യാൻ എന്നെ കൊണ്ട് പറ്റത്തില്ല. പറ്റില്ല. ആ, ഓക്കെ. എന്നെനിക്കറിയായിരുന്നു. അതുകൊണ്ട് തന്നെ എന്തെങ്കിലും ഒരു നല്ല കാലം വരും, ആ അല്ലെങ്കിൽ രീതിയിൽ ഇന്നലെ തന്നെ. നാളെ ഞാൻ രക്ഷപ്പെടും എന്നുള്ള ചിന്തയിൽ തന്നെയാണ് പൊയ്ക്കൊണ്ട്. പക്ഷേ ആക്ഷൻ ഹീറോ ബിജു ഒക്കെ ചെയ്യുന്നതിന് തൊട്ട് മുമ്പ് ഒരു 1.5-2 വർഷം മുമ്പ് എനിക്ക് മനസ്സിലായി ഞാൻ സിനിമ രക്ഷപ്പെടുകയില്ലെന്ന്. ആ ഒരു തോന്നൽ അന്നുണ്ടായി അവിടെ. കാരണം എനിക്ക് പറ്റിയ വേഷങ്ങളൊന്നും ഞാൻ കാണുന്ന സിനിമയിലും എനിക്ക് കാണാൻ പറ്റുന്നില്ല. ഞാൻ എന്ത് ചെയ്യും സിനിമയിൽ? എന്ത് വേഷം എനിക്ക് ചെയ്യാൻ പറ്റും? ഞാൻ പൂർണ്ണമായിട്ടും സിനിമയിലില്ല എന്ന് ഞാൻ തിരിച്ചറിഞ്ഞ 1-2 വർഷങ്ങളുണ്ട്. ഉണ്ട്. പക്ഷേ ആക്ഷൻ ഹീറോ ബിജു അത് പൊളിച്ച് എല്ലാം തിരിച്ചു കൊണ്ടു തന്നു. ഈ ഇപ്പം നമ്മുടെ ഈ പുരുഷപ്രേതം ഇറങ്ങുന്നതിന് മുൻപ്, അതായത് അതേപോലെ ഒരു നായക കഥാപാത്രമായിട്ട് എപ്പോഴെങ്കിലും ഒരു ഫ്രണ്ട് സർക്കിളിലോ ഡയറക്ടേഴ്സുകളുടെ സർക്കിളിൽ ഇരുന്നപ്പം അവരെപ്പോഴെങ്കിലും പറഞ്ഞിട്ടുണ്ടായിട്ടുണ്ട്, അതായത് എടാ നീ ഓൾറെഡി കുറേ ക്യാരക്ടേഴ്സ് ചെയ്യുന്നുണ്ട്, നീ ആ ഒരു കംഫർട്ട് സോണിൽ പോയാൽ പോരെ എന്ന രീതിയിൽ അതിലേക്കൊക്കെ ചിന്തിക്കണം, അല്ലെങ്കിൽ അത് വേണം, നീ നിനക്ക് ഇന്ന കഥാപാത്രങ്ങൾ പോരെ, ആ രീതിയിൽ എപ്പോഴെങ്കിലും ഒരു കമൻറ്റ് കേൾക്കേണ്ടി വന്നിട്ടുണ്ടോ? അങ്ങനെ കേട്ടിട്ടില്ല. ഇല്ല ഇല്ല, ഒരിക്കലും. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ മനസ്സിൽ ചിലപ്പോൾ അവർ പറഞ്ഞിട്ടുണ്ടാവും, ഇവനിപ്പം നായകൻ കളിക്കാൻ പോകേണ്ട കാര്യമൊന്നുമില്ല, മര്യാദയ്ക്ക് ചെയ്യുന്ന വേഷം ചെയ്ത് പോയാൽ മതി, ഒരു നായകൻ കളിച്ച് പരാജയപ്പെട്ട് കഴിഞ്ഞാൽ മറ്റേതുപോലും ചിലപ്പോൾ കിട്ടിയെന്ന് വരത്തില്ല എന്നൊക്കെ ചിലപ്പോൾ അവർ മനസ്സിൽ പറഞ്ഞിട്ടുണ്ടാവും. പക്ഷേ അങ്ങനെ എവിടെയും നിരുത്സാഹപ്പെടുത്തിയിട്ടില്ല ആരും. പക്ഷെ നമ്മളത് പറയാൻ ധൈര്യപ്പെടുത്തിട്ടില്ല ഒരാളുടെ മുഖത്ത് നോക്കി. ഒരാൾ ഭയങ്കര ഹാപ്പി ആയിട്ടൊക്കെ പോകുമ്പോൾ അവരൊക്കെ പരസ്പരം പറഞ്ഞിട്ടുണ്ടാവണം, ഉണ്ടായേക്കാം, ഇല്ലായിരിക്കാം. എന്നോടാരും അത് പറഞ്ഞിട്ടില്ല. അല്ല, അങ്ങനെ ഒരു ഇൻസൾട്ട് പോലെ ഒരു കമന്റ് ആരുടെ ഭാഗത്തുനിന്നും ഒരു അഭിനയ ജീവിതം തുടങ്ങിയ ശേഷം അങ്ങനെ ഉണ്ടായിട്ടില്ല എവിടെയെങ്കിലും? ഇല്ലില്ല, അങ്ങനൊന്നും ആരും മുഖത്ത് നോക്കി ഇൻസൾട്ട് ഒന്നും ചെയ്യത്തില്ലെന്നേ. ഇല്ലെന്നോ? അങ്ങനൊന്നും മീൻസ് ഞാൻ എന്തോ അങ്ങനെ അത്ര ക്വാളിറ്റി ഇല്ലാത്ത ആൾക്കാരോട് എനിക്ക് ഇടപെടേണ്ടി വന്നിട്ടില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ആരും മുഖത്ത് നോക്കി അങ്ങനെ ഇൻസൾട്ട് ചെയ്യത്തൊന്നുമില്ല. നമ്മളും ആരോട് പക്ഷെ ആശ്വസിപ്പിക്കും, എടാ നിന്റെ ഈ ഏജാണ് നിന്റെ പ്രശ്നം. അങ്ങനെ 10-30 വയസ്സ്, 30-40 40 ഇടയ്ക്കുള്ള ഡാർക്ക് ഏജാണ് എൻ്റെ ജീവിതത്തിൽ. അപ്പോൾ അവർ ഈ ഏജാണ് നിന്റെ പ്രശ്നം, ഈ ഏജിലുള്ള ക്യാരക്ടേഴ്സ് സിനിമയിലുണ്ടാവാൻ അന്നത്തെ കാലത്ത് സിനിമകളിലില്ല. അത് ഭയങ്കര ഒരു പീരീഡാണ്. നിനക്ക് ചിലപ്പോൾ ഒരു 40-45 വയസ്സ് കഴിയുമ്പോഴായിരിക്കും നിന്റെ ടൈം ഒന്ന് സെറ്റായി, നീ ഇച്ചിരി മച്ചുറായി വരുമ്പോൾ. അപ്പോൾ അന്ന് 30-ാമത്തെ വയസ്സിലും 35-ാമത്തെ വയസ്സിലൊക്കെ ഇത് കേൾക്കുമ്പോൾ നമുക്ക് പിന്നെയും 10 വർഷം, ഇനിയും 15 വർഷമോ, അത്ര നാൾ ഞാനിവിടെ നിൽക്കുമോ എന്ന് പറയുന്ന ഒരു അങ്കലാപ്പം. അതുവരെ നമ്മൾ എങ്ങും എത്താതെ മനസ്സിലായി പോകേണ്ടി വരുമല്ലോ എന്ന് പറയുന്നത്.
ആക്ച്വലി അവർ പറഞ്ഞ പ്രഡിക്ഷനാണ് സത്യമായത്. എനിക്ക് 40 കഴിഞ്ഞിട്ടാണ് ഈ പറയുന്ന പരിപാടികളൊക്കെ വന്നത്. നമ്മൾ നമ്മുടെ രൂപം മച്ചുറായപ്പോഴും ഒക്കെയാണ് എനിക്ക് പരിപാടി Correct അവർ ആയിട്ടുള്ള പറഞ്ഞത് കഥാപാത്രവും സത്യമാണ്. സമയവും പക്ഷെ അല്ലേ? അത്രയും കാലം വെറുതെ വീട്ടിലിരിക്കണം എന്നല്ല അതിൻ്റെ അർത്ഥം. അതെ 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 അതെ. നമ്മൾ ശ്രമിച്ചുകൊണ്ടേ ഇരിക്കുക, നമ്മൾ കിട്ടുന്നതൊക്കെ ചെയ്തുകൊണ്ടേ ഇരിക്കുക. ഉം. നമ്മൾ എങ്ങനെയെങ്കിലും ഈ ജീവരേതനെ ശിക്ഷിച്ചു എന്ന് പറഞ്ഞ് സെല്ലിനകത്ത് പോയി ചുരുണ്ടുകൂടി 15 കൊല്ലം ഉറങ്ങുക എന്നുള്ളതല്ലോ നമ്മുടെ ജോലി. നമ്മളവിടെ പണിയെടുക്കണം, നമ്മൾ എക്സസൈസ് ചെയ്യണം, നമ്മൾ വർക്കൗട്ട് ചെയ്യണം, അതെ നമ്മൾ ഇതിനു വേണ്ടി നമ്മൾ prepare ആയിട്ടിരിക്കുകയാണ്. നമ്മൾ ആരോഗ്യം നന്നായിട്ട് സൂക്ഷിക്കണം. എങ്കിലേ ജീവരേന്തം കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോൾ നല്ലൊരു ജീവിതം ജീവിക്കാൻ പറ്റൂ. പറ്റുള്ളൂ. അവിടെ പോയി പഴുത്ത് കിടന്നു കഴിഞ്ഞാൽ അവിടെ നിന്ന് കിട്ടുന്ന മട്ടനും ബിരിയാണിയും മട്ടൻ ബിരിയാണിയൊക്കെ ഉണ്ടെന്നാണ് പറയുന്നത് ജയിലിൽ. അതെല്ലാം കഴിച്ച് ചീർത്ത് വെളിയിലോട്ട് ഇറങ്ങി കഴിയുമ്പോൾ 4 സ്റ്റെപ്പ് വെക്കുമ്പോൾ ഇപ്പോൾ ഹാർട്ട് അറ്റാക്ക് വന്ന് ചത്തു പോകും. അപ്പം നമ്മൾക്ക് കിട്ടുന്ന പരിപാടികളെല്ലാം ചെയ്ത് നമ്മൾ 45 വയസ്സ് കഴിയുമ്പോൾ ചിലപ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു വേഷങ്ങളിലേക്ക് നമ്മൾ എത്തത്തുള്ളായിരിക്കും. അതിൻ്റെ അർത്ഥം അതുവരെ നമ്മൾ വെറുതെ ഇരിക്കണമെന്നോ വെറുതെ പടങ്ങൾ കിട്ടത്തില്ലെന്നോ അല്ല. അതുവരെയും നമുക്ക് പടങ്ങൾ കിട്ടിക്കൊണ്ടേ ഇരിക്കും. മനസ്സിലായി. നമ്മൾ ജീവിക്കാനുള്ളത് സിനിമ തന്നുകൊണ്ടേ ഇരിക്കും എന്നാണ് ഞാൻ എനിക്ക് മനസ്സിലാവുന്നത്. പക്ഷെ നമ്മൾ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള വേഷങ്ങളിലേക്കൊക്കെ രൂപം ഭയങ്കര ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. ആ രൂപത്തിന് പറ്റിയ ആളായിട്ട് നമ്മൾ മാറണം. ആ ഏജ് ഗ്രൂപ്പിൽ അങ്ങനത്തെ ക്യാരക്ടേഴ്സ് ചെയ്യാൻ പറ്റുന്ന ഒരാളായിട്ട് മാറണം. നമ്മൾ രക്ഷപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ രൂപത്തിലേക്ക് ക്യാരക്ടേഴ്സ് വന്നോളും. അതെ 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 അതെ. അപ്പം അതുവരെ ഈ പറയുന്ന സ്ട്രഗിൾ ഇപ്പോഴും നമ്മളത് ഇതേ പ്രശ്നങ്ങളൊക്കെ തന്നെ നമ്മൾ ഫേസ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ വേറൊരു സ്ഥലത്ത് നിന്നാണെന്നുള്ളതേ ഉള്ളൂ. മനസ്സിലായി. അല്ല ഇനിയാണെങ്കിലും ഞാൻ പറയുന്നത് ഇപ്പോൾ ചേട്ടൻ പറഞ്ഞല്ലോ മറ്റേ ക്യാരക്ടർ റോൾസ് വരുമ്പോൾ ചെയ്യും. പക്ഷേ ഈ പറഞ്ഞ പോലെ മനസ്സിലുണ്ടാവില്ല തീർച്ചയായിട്ടും ഒരു നായകൻ ഇനിയും ഒരു ശക്തമായൊരു കഥാപാത്രം ചെയ്യണം. അങ്ങനെ എന്തെങ്കിലും ഒരു പ്ലാൻ വരുന്നുണ്ടോ ഇനിയും ഇതുപോലെ നല്ലൊരു ഈ പറഞ്ഞ പുരുഷപ്രേതത്തിൻ്റെ ആ ഒരു പ്ലേസ്മെന്റ് പോലെ മറ്റൊരു ഇപ്പോൾ പ്രൊജക്റ്റ്? എന്നെ വിശ്വസിച്ച് വേഷം തന്നത് കൃഷാന്താണ്. അതെ. ഞാൻ അതിനുശേഷം കുറേ ആൾക്കാർ കഥകൾ വന്ന് പറഞ്ഞിട്ടുണ്ട്. വിത്ത് പ്രൊഡ്യൂസറും വന്ന് കഥകൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ആ കഥകൾ എനിക്ക് വേണമെങ്കിൽ കണ്ണടച്ച് നായകനാകാമല്ലോ, 2-3 പടങ്ങൾ വേണമെങ്കിൽ ചെയ്യാമായിരുന്നു, സത്യമായിട്ടും ചെയ്യാമായിരുന്നു. പക്ഷെ എനിക്ക് സ്വയം ആ സിനിമ ചെയ്യണമെന്ന് തോന്നാതെ നമ്മൾ എങ്ങനെ അത് ചെയ്യും? അല്ല എങ്ങനെയാണ് ചേട്ടൻ അപ്പോൾ ഒരു സ്ക്രീൻ പ്ലേ കിട്ടുമ്പം അല്ലെങ്കിൽ ഒരു ക്യാരക്ടർ ഒരു കഥ കേൾക്കുമ്പം നമുക്കൊരു രസം തോന്നണം. അതെ തീർച്ചയായിട്ടും അത് വേണം അതെ അതെ അതെ. നമുക്ക് രസം തോന്നിയാലല്ലേ നമുക്കത് ചെയ്യാൻ തോന്നും. തീർച്ചയായിട്ടും. അല്ല അപ്പം നമ്മളിത് ഒരു 30% പരിപാടി ഉണ്ടെങ്കിൽ നമ്മൾ അതിനകത്ത് ഇരുന്ന് വർക്ക് ചെയ്യാൻ നോക്കും. നമുക്ക് ഇങ്ങനെ ഇത് മാറ്റിയിട്ട് ഇങ്ങനെ അത് മാറ്റിയിട്ട് ഇത് ഇങ്ങനെ ചെയ്ത് അങ്ങനെ ചെയ്ത് നന്നാക്കാൻ പറ്റുമോ? കാരണം പ്രൊഡ്യൂസറുള്ളൊരു പ്രൊജക്റ്റ് അല്ലേ, ഇതെങ്ങനെയെങ്കിലും നന്നാക്കി എടുക്കാൻ പറ്റുമോ എന്നുള്ളൊരു ശ്രമം നടത്തും. ആ ശ്രമത്തിൻ്റെ ഇടയ്ക്ക് നമുക്ക് മനസ്സിലാവും ഈ കൊണ്ടുവന്ന വ്യക്തികൾ എത്രത്തോളം റിസപ്റ്റീവ് ആണെന്നും അവരെത്രത്തോളം ഇതിനെ ഹാൻഡിൽ ചെയ്യാൻ കഴിയുന്നവരാണെന്നൊക്കെ നമുക്ക് ഏകദേശം ധാരണ കിട്ടും. അപ്പോൾ പിന്നെ അങ്ങനെ അവരോട് വർക്ക് ചെയ്യാതിരിക്കുക നല്ലതെന്ന് നമുക്കങ്ങ് തോന്നും. മനസ്സമാധാനം പടം ഇല്ലെങ്കിലും കുഴപ്പമില്ല, അവിടെ പോയി മനസ്സ് വേദനിപ്പിച്ച് ആൾക്കാരോട് പിണങ്ങി വന്നിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ ആ പിണക്കങ്ങൾ ഒഴിവാക്കുക, സമാനമായിട്ടിരിക്കുന്നതാണ് ആ സമയത്ത് നല്ലതെന്ന് തോന്നിയിട്ടാണ് അത് അങ്ങനെ വിട്ടിട്ടുള്ളത്. പിന്നെ അവർ കൊണ്ടുവന്ന പ്രൊഡ്യൂസറിനെ വേണേൽ നമുക്ക് പറഞ്ഞ് കൺവിൻസ് ചെയ്ത് വേറൊരു പ്രൊജക്റ്റിലേക്ക് കൊണ്ടുപോകാം. പക്ഷെ അതൊരു എത്തിക്സ് ഇല്ലായ്മയാണ്. അവരാണ് കഷ്ടപ്പെട്ട ഒരാളെ കണ്ടെത്തിക്കൊണ്ട് വന്നത്. അപ്പം അവരെ ഒഴിവാക്കിയിട്ട് ഈ പ്രൊഡ്യൂസറിനെ പിടിച്ചിട്ട് നമ്മൾ വേറെ പ്രൊജക്റ്റിലേക്ക് പോകുന്നത് ശരിയല്ലാത്തതുകൊണ്ട് അതും ചെയ്തിട്ടില്ല. അല്ല അത് എത്തിക്സിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ്, അതായത് നമ്മൾ ഈ വളർച്ചയുടെ ഒരു പാതയിൽ പല കാര്യങ്ങളും മറന്നു പോകുന്നൊരു സ്വഭാവം പലരിലും നമ്മൾ കാണുന്നുണ്ടാവും, നമ്മുടെ ഫ്രണ്ട്സുകളിലും അല്ലേ. അപ്പം എനിക്ക് തോന്നുന്നു ഒരുപക്ഷെ ചേട്ടൻ ഈ പറഞ്ഞ പോലെ എത്തിക്സ് എപ്പോഴും പിടിക്കുന്നുണ്ട് എല്ലാ കാര്യങ്ങളും. അതായത് നമ്മൾ എന്താ പറയുക വന്ന വഴി മറക്കില്ല, അല്ലെങ്കിൽ നമ്മളെ അങ്ങനെ എനിക്ക് എത്തിക്സ് ആണെന്ന് തോന്നുന്ന കാര്യങ്ങൾ ഞാൻ ഫോളോ ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. ആ എത്തിക്സ് എല്ലാവരുടെയും എത്തിക്സ് ആവണമെന്നില്ല. എനിക്ക് ഇത് എത്തിക്കലല്ലാന്ന് എനിക്ക് തോന്നുന്ന കാര്യങ്ങൾ ഞാൻ ഫോളോ ചെയ്യും. പക്ഷെ ഞാൻ പഠിക്കുന്ന ആ എത്തിക്സ് കറക്റ്റ് എത്തിക്കാണെന്ന് ചിലപ്പോൾ വേറൊരാൾക്ക് തോന്നണമെന്നില്ല. എൻ്റെ എത്തിക്സ് ആണ്, അത് നമുക്ക് പറയാൻ പറ്റത്തില്ലല്ലോ, ഓരോന്നിനും ഓരോ കാഴ്ചപ്പാടുകളല്ലേ. മനസ്സിലായി. അല്ല ഫ്രണ്ട്സുകൾക്കിടയിലും എങ്ങനെയാണ് ചേട്ടൻ ഇപ്പം ഒരുപാട് സൗഹൃദങ്ങൾ ശരിക്കും ഉണ്ട് ഇപ്പോൾ സിനിമയിൽ വന്ന ശേഷം ഒരുപാട്? എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ആൾക്കാരെ ഞാൻ വേദനിപ്പിക്കും. കാരണം അവരെ വേദനിപ്പിക്കാൻ വേറെ ആരുമില്ല. ബാക്കി എല്ലാവരും, പ്രത്യേകിച്ച് സിനിമയിൽ ബാക്കി എല്ലാവരും പ്രോത്സാഹിപ്പിക്കത്തേ ഉള്ളൂ. പൊക്കി അടിപൊളി പൊളിക്കാൻ. അപ്പം
ഞാൻ ഇതിനെ എങ്ങനെ പ്ലസൻ്റായിട്ട് പ്രസൻറ്റ് ചെയ്യാം എന്ന് ഞാൻ ആലോചിക്കും. ഉം. ഇതിനെ എങ്ങനെയാണ് നമുക്ക് ഷുഗർ കോട്ട് ചെയ്ത് ഈ പ്രശ്നം പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നതെന്ന് ഞാൻ ആലോചിക്കും. ആ, ആ, ആ. പക്ഷെ എന്നെ കൊണ്ട് അത് പറ്റത്തില്ല. പറ്റില്ല. ഞാൻ നേരെ അവസാനം straight. ഇവനോട് ഇനി ഞാൻ ബാക്കി എല്ലാവരോടും ഇടപെടുന്ന പോലെ ഇവനോടും ഇടപെടണം ആ, എന്ന് പറഞ്ഞിട്ട് ഞാൻ വെട്ടി തുറന്ന് പറയും, പറയും. എടാ ഇത് ഭയങ്കര ബോറാ, ഇതൊന്നും ചെയ്താൽ ഒന്നും വർക്കാകത്തില്ല എന്നൊക്കെ പറയും. പക്ഷെ അത് ചിലവരെങ്കിലും ചില സമയത്ത് ബാധിക്കുമായിരിക്കുമല്ലോ. ഇപ്പൊ ആ ഇരിക്കുന്ന ആളുടെ ആ മാനസികാവസ്ഥ ഉറപ്പായിട്ടും ബാധിക്കും, ബാധിക്കും. ഉറപ്പായിട്ടും ബാധിക്കും. എന്നിട്ടും എന്നെ സ്നേഹിക്കുന്ന സുഹൃത്തുക്കളെ എനിക്കുള്ളൂ ഇന്ന്. ഉള്ളൂ. അപ്പൊ അതൊരു പ്രശ്നമല്ല അല്ലെ, അങ്ങനെ ഒരു ക്യാരക്ടർ ഉണ്ടെങ്കിൽ അങ്ങനെ അല്ല, ആ വെട്ടി ക്യാരക്ടർ തുറന്ന് മാറ്റാൻ ഞാൻ പറയുന്നത് മാക്സിമം നോക്കുന്നുണ്ട്. അത് നമുക്ക് പക്ഷേ സുഹൃത്തുക്കളുടെ ഇടയിൽ പറ്റുള്ളൂ. ഇത് പക്ഷെ ഇത് അത് ബ്ലഡിലുള്ളതാണ്. ഇത് നമ്മൾ എത്ര മാറ്റാൻ, നമുക്ക് നമ്മുടെ കുഴപ്പം അറിയാം. ഉം. പിന്നീട് ഞാൻ വേദനിപ്പിച്ചെന്ന് തോന്നിയാൽ എനിക്ക് ക്ഷമ പറയാൻ ഒരു മടിയില്ല. ആ. പക്ഷെ അതെൻ്റെ ഒരു ക്വാളിറ്റി ആയിട്ട്, അത് വലിയൊരു ക്വാളിറ്റി അല്ലെന്ന് ഞാൻ ഇപ്പോഴാണ് തിരിച്ചറിയുന്നത്. ഈ ക്ഷമ പറയുന്നതോടുകൂടി ഞാൻ വലിയ മനുഷ്യനായെന്നാണ് എൻ്റെ വിചാരം. പക്ഷെ അത് വലിയ ക്വാളിറ്റി. വേദനിപ്പിച്ചിട്ട് അയാളുടെ കോൺഫിഡൻസ് മൊത്തം തകർത്ത് കളഞ്ഞിട്ട് പിന്നെ പോയി ക്ഷമ പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ട്. അപ്പോൾ ഇത് മാറ്റാൻ നമ്മൾ നോക്കുന്നുണ്ട്. ഉം. അല്ല, പിന്നെ ചില കാര്യങ്ങൾ പറയുന്നില്ല ഇപ്പം. പറയുന്നില്ല, ഉള്ളിലൊക്കെ പറയണ്ട, അതായിരിക്കും എന്താ നല്ല വരുന്നതിൻ്റെ സേഫ്റ്റി. ബാക്കി ചെയ്യട്ടെ. എനിക്ക് തന്നെ ഒരു ക്ലാരിറ്റി, എൻ്റെ കാര്യത്തിൽ പോലും എനിക്ക് ക്ലാരിറ്റി ഇല്ല. പിന്നെ ഞാനെന്തിനാണ് വേറൊരാൾക്ക് ക്ലാരിറ്റി ഉണ്ടാക്കി കൊടുക്കുന്നത്? അയാളുടെ റൂട്ടിൽ പോട്ടെ എന്നുള്ളൊരു തീരുമാനമൊക്കെ ഉണ്ട് ഇപ്പോൾ. അങ്ങനെയൊക്കെ ഉണ്ട്. അല്ല, കംഫർട്ട് സോണിൽ വർക്ക് ചെയ്യണം എന്നും ഒരു ആഗ്രഹം ഉണ്ട്. ഇപ്പോൾ അതായത് ഇപ്പം നല്ലൊരു ടീമിൻ്റെ കൂടെ വർക്ക് ചെയ്തു, കംഫർട്ട് സോണിലേ വർക്ക് ചെയ്യാവുള്ളൂ. ഈ ഞാൻ ചെല്ലുന്നിടം എൻ്റെ കംഫർട്ട് സോൺ ആക്കി എടുക്കാൻ നോക്കാം. ആക്കിയെടുക്കും. ആ, ഞാൻ ഈ പറഞ്ഞ പോലെ എല്ലാവരെയും ഇറിറ്റേറ്റ് ചെയ്യുന്ന ആളൊന്നുമല്ല കേട്ടോ. എനിക്ക് ഇഷ്ടമുള്ളവരെ മാത്രമേ ഇറിറ്റേറ്റ് ആ. ചെയ്യത്തുള്ളൂ. അല്ല, അങ്ങനെയല്ല. ഇപ്പം അത് ചേട്ടൻ്റെ ഭാഗത്തു നിന്നല്ല, ഒരു പുതിയ ലൊക്കേഷൻ ചെല്ലുമ്പം അവിടെ ഏതെങ്കിലും ഒരു വ്യക്തി, ഇപ്പോൾ ടെക്നിക്കൽ സൈഡിൽ നിന്നായിരിക്കാം, അല്ലെങ്കിൽ ഡയറക്ടർ സൈഡിൽ നിന്നായിരിക്കാം, എപ്പോഴെങ്കിലും ഒരു ഡിസ്റ്റർബൻസ് ഉണ്ടായിട്ട് അത് വെച്ചുകൊണ്ടൊരു പെർഫോമൻസ് ചെയ്തിട്ടുണ്ടോ? അങ്ങനെ ഒരു പെർഫോമൻസ് ഉണ്ട്. അത് ഭയങ്കരമായിട്ട് ബാധിച്ചിട്ടുണ്ടോ അവസാനം ഈ പെർഫോമൻസ് കണ്ടപ്പോൾ? ഇല്ല, പെർഫോമൻസ് കണ്ടപ്പം എനിക്കങ്ങനെ മോശമായെന്നൊന്നും നീ നന്നായി ഹാൻഡിൽ ചെയ്തല്ലോ എന്ന് എനിക്ക് എന്നോട് തന്നെ തോന്നി. തോന്നിയിട്ടുണ്ട്. അല്ല, അങ്ങനെ എന്തെങ്കിലും ഏട്ടനൊരു മറക്കാനാവാത്തൊരു സംഭവം ഉണ്ട്, ഒരു ഓർമ്മ, അങ്ങനെ ഭയങ്കര ഡിസ്റ്റർബ് ആയിട്ടുള്ളൊരു ഒരു 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 മൊമെൻറ്റ് ഒരു ലൊക്കേഷനിൽ? ഞാൻ ഒരു സിനിമയിൽ അഭിനയിക്കുമ്പം അതിൻ്റെ അസോസിയേറ്റ് ഡയറക്ടർ എനിക്ക് വർഷങ്ങളായിട്ട് അറിയാവുന്ന ഒരാളാണ്, എൻ്റെ സുഹൃത്താണ്. നമ്മൾ മോറലിയും ഡൗൺ ആയിരിക്കുന്ന സമയത്തൊക്കെ ഞാൻ അങ്ങോട്ട് വിളിച്ച് ധൈര്യപ്പെടുത്തുകയും നമ്മളുടെ ഒരാൾ എന്നുള്ള രീതിയിൽ തന്നെ കണ്ടിട്ടുള്ള ഒരു സുഹൃത്താണ്. ഈ സിനിമയിലേക്ക് അദ്ദേഹം തന്നെയാണ് എന്നെ വിളിച്ച് കാസ്റ്റ് ചെയ്യുന്നത്. ഇങ്ങനെ ഒരു പരിപാടി വന്നിട്ടുണ്ട്, ഞാൻ ചേട്ടൻ്റെ പേര് പറഞ്ഞിട്ടുണ്ട്, അവർ വിളിക്കുമായിരിക്കും എന്നൊക്കെ പറയുന്ന ഈ സുഹൃത്ത് തന്നെയാണ്. പിന്നെ അവിടെ ലൊക്കേഷൻ ചെന്ന് കഴിഞ്ഞപ്പം അവിടെ ഉള്ള എല്ലാവരും നമ്മുടെ സുഹൃത്തുക്കളാണ്. ഡയറക്ടറും നമ്മുടെ സുഹൃത്തായി, ക്യാമറമാൻ എനിക്ക് വർഷങ്ങളായിട്ട് അറിയാവുന്ന ആൾ, കൂടെ അഭിനയിക്കുന്നത് സുഹൃത്തുക്കളാണ്. അപ്പം നമ്മളുടെ ഒരു സർക്കിൾ പോലെ ആണ്. അപ്പം ഒരു ദിവസം എന്നെ ഉച്ചയ്ക്ക് എനിക്ക് ഷൂട്ടുള്ളൂ. ഞാൻ ഉച്ചയ്ക്ക് അവിടെ ചെന്നു. അപ്പം നാട്ടിൽ എൻ്റെ ഒരു വളരെ വേണ്ടപ്പെട്ട ഒരാൾ മരിച്ചു. അപ്പം തിരുവല്ല നാട്ടിൽ എറണാകുളത്തെ ഷൂട്ടിങ്. അപ്പം പിറ്റേ ദിവസം എനിക്കിവിടെ ഷൂട്ടുണ്ട്. ഇന്നെനിക്ക് ഒരു സീനേ ഉള്ളൂ. ഇത് ചെയ്തിട്ട് ഞാൻ നാട്ടിൽ പോയാൽ അവരുടെ വീട്ടിൽ പോയി അതൊന്ന് കണ്ടിട്ട് എനിക്ക് പിറ്റേ ദിവസം രാവിലെ ഇവിടെ ഷൂട്ടിന് എത്താം. അപ്പോൾ ഉച്ചയ്ക്ക് ഒരു 3 മണിക്കെങ്കിലും തീർന്നാൽ എനിക്കൊരു 6 മണിയാകുമ്പോൾ അവിടെ എത്തി കണ്ടിട്ട് ഒരു 9 മണിയാകുമ്പോൾ തിരിച്ച് എനിക്ക് ഉറക്കമൊക്കെ ഭയങ്കര നിർബന്ധമാണ് അഭിനയിക്കുന്ന സമയത്ത് പിറ്റേ ദിവസം. തീർച്ചയായിട്ടും ക്യാമറ മുന്നിൽ വരുന്നത്. അപ്പം ഞാൻ അതെല്ലാം ആലോചിച്ചിട്ട് ഒരു 2 മണിക്ക് തുടങ്ങുമെന്ന് വിചാരിച്ചു. ഞാൻ 12 മണിയായപ്പോൾ ചെന്ന് മേക്കപ്പ് ഒക്കെ ഇട്ട് ഡ്രസ്സെല്ലാം ഇട്ടിരുന്നു. 2 മണിയായിട്ടും തുടങ്ങുന്നില്ല. അപ്പോൾ എന്താണ് ഡിലേ? അസിസ്റ്റൻസിനോട് ചോദിച്ചു. അപ്പോൾ അവരവിടെ ഡിസ്കഷനിലാണ് എന്ന് പറഞ്ഞു. അത് 2:15 2:30 ആയപ്പോൾ എനിക്ക് മനസ്സിലായി ഇനിയും നിന്നാൽ ഇത് നീർന്നു. അപ്പം ഞാൻ അവരിരുന്ന സ്ഥലത്തോട്ട് കയറി ചെന്നിട്ട് അളിയെ തുടങ്ങല്ലേ എന്ന് ചോദിച്ചു. അപ്പം ഈ പുള്ളി എന്നോട് തുടങ്ങാറാകുമ്പോൾ ആൾ വന്ന് വിളിക്കുമല്ലോ, അപ്പം അവിടെ വെയിറ്റ് ചെയ്താൽ മതി, തുടങ്ങാറാകുമ്പം അസിസ്റ്റൻ്റ് വന്ന് വിളിക്കും. അതെനിക്ക് പെട്ടെന്ന് പുള്ളിയുടെ വായെന്ന് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായി. ഞാൻ ചോദിച്ചു അതെന്താ? അഭിനയിക്കാൻ വന്നതല്ലേ, കൂടുതൽ കാര്യങ്ങളൊന്നും അറിയണ്ട, നിങ്ങളവിടെ പോയി വെയിറ്റ് ചെയ്യുക, സമയമാകുമ്പോൾ അസിസ്റ്റൻ്റ് വന്ന് വിളിക്കും. അത് വേറൊരു ആളാണ് പറഞ്ഞിരുന്നതെങ്കിൽ
സോറി 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 എന്ന് പറഞ്ഞിട്ട് ഞാനൊക്കെ പോയേനെ. കാരണം ഓക്കെ ഓക്കെ അയാൾ അങ്ങനെയല്ലല്ലോ ഒരാളോട് പറയേണ്ടത്. അതെ അതെ ഇതിനകത്തൊരു അതെ ഒരു ബിഹേവിയർ ഒരു ഹൈരാർക്കി. ഞാൻ നീ നിന്റെ കാര്യം നോക്കിയാൽ നമ്മളിവിടെ ചെയ്യുന്നുണ്ടെന്ന് പറയുമ്പോൾ നമ്മളൊരു തേർഡ് പാർട്ടി ആയി പോയി. അതെ നമ്മളെന്തോ കാര്യത്തിന് വേണ്ടി മാത്രം വന്നിരിക്കുന്നത് അങ്ങനെ ചെയ്തു പോയാൽ അങ്ങനെ മതി. എനിക്ക് ഇഷ്ടമില്ലാത്ത, എനിക്ക് പരിചയമില്ലാത്ത ഒരാളാണ് പറയുന്നതെങ്കിൽ, അല്ലെങ്കിൽ എനിക്ക് അത്ര അടുപ്പമില്ലാത്ത ഒരാളാണ് പറയുന്നതെങ്കിൽ അയാളെ നന്നാക്കാൻ ഞാൻ നോക്കത്തില്ല. അയാൾ അങ്ങനെ തന്നെ ജീവിച്ചോട്ടെ, ആ സ്വഭാവമായിട്ട് അങ്ങനെ തന്നെ പൊക്കോട്ടെ എന്നേ ഞാൻ വിചാരിക്കത്തുള്ളൂ. ഇരിക്കുള്ളൂ. പക്ഷെ അയാളുടെ കുടുംബത്തിനെ പറ്റിയും ഭാര്യയെ പറ്റിയും ഒക്കെ ഓർത്ത് എനിക്ക് വിഷമം ഉണ്ടാകും. പക്ഷേ ഈ മനുഷ്യനാണല്ലോ ഇവർ താങ്ങുന്ന ഇത്രയും കാലമായിട്ടൊക്കെ തോന്നും. ഇവൻ എൻ്റെ സുഹൃത്തായതുകൊണ്ടും ഉം. പെട്ടെന്ന് ഞാൻ അതെന്താ കളി അങ്ങനെ പറഞ്ഞ് എന്ന് ചോദിക്കുകയും ഉം. പിന്നെ അവിടെ ഒരു തർക്കം ഉണ്ടാവുകയും. അതുകൊണ്ടാണ് ഞാൻ സിനിമ ഒരു ഗ്രൂപ്പ് വർക്കാണ്, അങ്ങനെ നിങ്ങൾ അവിടെ പോയിരുന്നാൽ മതി, സമയമാകുമ്പോൾ വന്നാൽ മതി എന്നൊന്നും പറയരുത്. എല്ലാവരും ഇവിടെ ഈ സെറ്റിലുള്ള എല്ലാവരും ചായ കൊടുക്കുന്ന ചേട്ടൻ പോലും ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ഈ സിനിമ നന്നാക്കാൻ വേണ്ടിയിട്ടാണ് എല്ലാവരും ശ്രമിക്കുന്നത്. അതുകൊണ്ട് ഒരാളെ മാറ്റി നിർത്തി ആ പണി മാത്രം ചെയ്താൽ മതി, ഈ പണി മാത്രം ചെയ്താൽ മതി എന്ന് പറഞ്ഞാൽ എനിക്ക് നിന്നോടും പറയേണ്ടി വരും. നിൻ്റെ പണി എന്നെ ഭരിക്കലല്ല, നീ സംവിധായകൻ്റെ സഹായിയാണ്, അയാൾക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുത്താൽ മതി. എന്നോട് ഈ ഡയലോഗ് അടിക്കാൻ ഞാനും പെട്ടെന്ന് ആദ്യമായിട്ടാണ് എൻ്റെയും ഒരു ലൊക്കേഷനിൽ അങ്ങനെ കൈവിട്ട് പോകുന്നത്. അങ്ങനെ ഒരു കാര്യം സംഭവിച്ചിട്ട് പെട്ടെന്ന് പറയുന്നില്ല സിനിമ ഏതാണ് സിനിമ എന്തിനായിരുന്നു ആവശ്യം. ശരി അത് കഴിഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ അടുത്ത് ആ ഷോട്ട് എന്നാൽ പിന്നെ തുടങ്ങിയേക്കാന്ന് പറഞ്ഞാൽ ഷോട്ട് എടുക്കാൻ പോവുകയും ഞാനും അപ്സെറ്റ്, പുള്ളിയും അപ്സെറ്റ്. ഇത് കേട്ടിരുന്ന സംവിധായകനൊന്നും മിണ്ടിയില്ല, പുള്ളിക്കും അപ്സെറ്റ്. ക്യാമറമാൻ പിന്നെ കുറച്ച് എക്സ്പീരിയൻസ്ഡ് ആയതുകൊണ്ട് പുള്ളി കാര്യങ്ങളൊക്കെ കൂളാക്കാൻ എടുക്കാൻ നോക്കുന്നുണ്ട്. പക്ഷേ ഇതിന് ശേഷം ഈ സീൻ ചെയ്യേണ്ട വന്നല്ലോ. അന്നെനിക്ക് ഇത് പിന്നെ എങ്ങനെ നമ്മൾ അതിന്റെ ഒരു ഇതിൽ ഇരിക്കണം. നമ്മൾ വേറെ ഒന്നാമത്തെ പ്രശ്നം, ഈ ആക്ടേഴ്സ് ലൊക്കേഷനിൽ വരുന്നത് മനുഷ്യരായിട്ടും അവിടെ വന്നതിന് ശേഷം കഥാപാത്രങ്ങളായിട്ടും മാറുകയാണ്. അപ്പം ഭയങ്കര ഫ്രജൈലാണ് ആക്ടേഴ്സ്. അവരുടെ കോൺസെൻട്രേഷൻ ഒന്നും ബ്രേക്ക് ചെയ്യരുത്, കോൺഫിഡൻസ് ബ്രേക്ക് ചെയ്യരുത്. മനസ്സിലായി. ഈ കോൺഫിഡൻസിലാണ് ഇയാൾ ഇത് ചെയ്തു പോകുന്നത്. കാരണം ഇത്രയും ആൾക്കാർ ചുറ്റിനും നിൽക്കുന്നു, എല്ലാവരും നോക്കിക്കൊണ്ട് നിൽക്കുമ്പോൾ വേറൊരാളായിട്ട് മാറി ഒരു പെർഫോമൻസ്, ഡയലോഗ്സ് ഓർത്ത് പറഞ്ഞ്, മൂവ്മെൻ്റ് ഓർത്ത്, ലൈറ്റ്സ്, ക്യാമറ പൊസിഷൻസ്, മാസ്ക്, ഇതെല്ലാം ഓർത്ത് ഇതെല്ലാം ചിന്തിക്കുകയും വേണം. ആ കഥാപാത്രമായി നിൽക്കുകയും ചെയ്യണം. ആ കഥാപാത്രത്തിൻ്റെ മൈന്യൂട്ട് പരിപാടികളെല്ലാം പിടിക്കുകയും ചെയ്യണം. ഇത്രയെല്ലാം ചെയ്യുന്ന ഒരാൾ ഇതെല്ലാം ചെയ്യുന്നത് അത് ആത്മവിശ്വാസത്തിൻ്റെ പുറത്താണ്. അയാളുടെ ആത്മവിശ്വാസം ഒരിക്കലും കളയരുത്, ഡിസ്റ്റർബ് ചെയ്യരുത്. അതുകൊണ്ടാണ് നമ്മൾ കണ്ടിട്ടുള്ള ലെജൻഡറി ഡയറക്ടേഴ്സ്, സീനിയർ ഡയറക്ടേഴ്സ് ഒന്നും ആക്ടേഴ്സിനെ കുറ്റം പറയുകയോ വഴക്ക് പറയുകയോ അങ്ങനെ ഒന്നും ചെയ്യാത്തത്. എപ്പോഴും പാമ്പർ ചെയ്ത് കംഫോർട്ട് ചെയ്ത് നിർത്തത്തുള്ളൂ. കാരണം ആ കോൺഫിഡൻസ് ആണ് അവരുടെ ഏറ്റവും നല്ല പെർഫോമൻസിനെ വെളിക്കൊണ്ടിരുന്നത്. അപ്പോൾ എനിക്കത് പോയി. എനിക്ക് അതിനേക്കാളുപരി എൻ്റെ ഒരു സുഹൃത്തിനോട് ഞാൻ സ്നേഹിച്ചിരുന്ന, ഞാൻ എൻ്റെ ഒരാളായിട്ട് മീൻസ് നമ്മളൊക്കെ ഒരുപോലെ സിനിമയിൽ കഷ്ടപ്പെടുന്ന ആൾക്കാരല്ലേ എന്ന് പറഞ്ഞ് ചിന്തിച്ചിരുന്ന ഒരാൾ എന്നോട് പെട്ടെന്ന് അവിടെ ഒരു ഇത് വന്നപ്പോൾ എനിക്ക് പെട്ടെന്ന് അതൊരു വിഷമമായി. പിന്നെ അതങ്ങ് വിട്ടു. പിന്നെ ആ സിനിമയിൽ കുറേ ദിവസങ്ങളുണ്ടായിരുന്നു. നമ്മൾ വർക്ക് ചെയ്തു, അവരവൻ്റെ ജോലി ചെയ്തു, ഞാൻ എൻ്റെ ജോലി ചെയ്തു, തിരിച്ചു വന്നു. ഇത് എന്നെ വല്ലാതെ ഡിസ്റ്റർബ് ചെയ്തു ഓൺ സെറ്റിൽ. അതിനുശേഷം ഞാൻ ഒരു കാര്യം കൂടെ പഠിച്ചു. അതായത് ആവശ്യമില്ലാത്തടത്ത് വലിഞ്ഞു കയറി ചെന്നൊന്നും പറയാൻ നിൽക്കണ്ട. നമുക്കിപ്പോൾ ഇങ്ങനത്തെ ഒരു ആവശ്യം വന്നു, അത് ഒഫീഷ്യലി അറിയിക്കേണ്ടവരെ അറിയിക്കുക. എനിക്കിങ്ങനൊരു അത്യാവശ്യമുണ്ട്, എനിക്കിങ്ങനെ പോകണം, എന്നെ ഒരു 6 മണിയാകുമ്പോൾ വിടണം, ഇതിനകത്തൊരു ഒരു പ്രത്യേക സാഹചര്യമാണ് ഇന്ന് ഞാൻ അറിയിക്കേണ്ടത് ആ പ്രൊഡക്ഷൻ കൺട്രോളറെയാണ്. പക്ഷെ ഞാൻ അത് ചെയ്യാതെ ഞാൻ ഡയറക്റ്റ് ഇവിടോട്ടാണ് ചെന്നത്. അത് എനിക്ക് അവിടെ ഒരു സ്വാതന്ത്ര്യം ഉണ്ട് എന്നുള്ള വിശ്വാസത്തിലാണ് ഞാൻ പോയത്. ആ സ്വാതന്ത്ര്യം ഇല്ല എന്നുള്ള അപ്പോഴാണ് തിരിച്ചറിഞ്ഞത്. അപ്പം എത്ര സുഹൃത്തുക്കളാണെങ്കിലും എത്ര അടുത്ത ആൾക്കാരാണെങ്കിലും ഒരു പ്രൊജക്റ്റ് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് പ്രോപ്പർ ചാനലുകളിലൂടെ മാത്രമേ കാര്യങ്ങൾ ചെയ്യാവൂ എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് ഞാൻ എത്തി. മനസ്സിലാക്കലിലേക്ക് അങ്ങനൊരു മനസ്സിലാക്കൽ ഉണ്ടായി. ഞാൻ ചിലപ്പോൾ ഈ പ്രൊഡക്ഷൻ കൺട്രോളറോടൊക്കെ പറയുമ്പോൾ അവർ പറയും, നിങ്ങളുടെ ഫ്രണ്ടല്ലേ, നിങ്ങൾ അയാളോട് നേരിട്ടങ്ങ് പറഞ്ഞു. അപ്പം ഞാൻ പണ്ടായിരുന്നെങ്കിൽ പോയി പറയായിരുന്നു. ഇപ്പം പറയാനല്ലോ, ഇത് നിങ്ങൾ തന്നെ അങ്ങ് പറഞ്ഞു. പുള്ളി എന്നോട് ചോദിക്കുകയാണെങ്കിൽ ഞാൻ പറഞ്ഞോളാം, അല്ല ഞാൻ പോയി പറഞ്ഞിട്ട് എനിക്ക് എന്തായാലും 6 മണി ഞാൻ പോകണം, അത് നിങ്ങൾ ചെയ്ത് അതാണ് അതിൻ്റെ ഒരു രീതി എന്നാണ്
അതാണല്ലോ ഇപ്പോൾ സിനിമയിൽ ഓരോ ഡിപ്പാർട്ട്മെന്റ് ഉണ്ടല്ലോ, അപ്പോൾ അവരിത് ഹാൻഡിൽ ചെയ്യണമല്ലോ. പിന്നെ അതുപോലെ നമ്മൾ ഇതിപ്പോ ചോദിക്കാൻ കാരണം എന്തെങ്കിലും അറിഞ്ഞിട്ട് ചോദിച്ചാണോ? ഇതോ അല്ലല്ല, ഇതല്ല, വേറെ എന്തെങ്കിലും വിഷയമാണ്, വേറെ ഏതോ ഒരു പ്രശ്നമാണ് ഞാൻ പറയാൻ പോകുന്നതെന്നുള്ള ചിന്തയിലാണ്. അല്ല, എനിക്കൊന്നും അറിയില്ല, ഞാൻ ചോദിച്ചു വരികയല്ലേ ഇങ്ങനെ. ഓക്കെ, അതുപോലെ ഈ നമ്മൾ പെട്ടെന്ന് സ്വിച്ച് ഇട്ട പോലെ കഥാപാത്രമായി മാറുന്നു കുറേ ആക്ടേഴ്സ്, അങ്ങനെ ഞാൻ കേൾക്കാറുണ്ട്. കുറേ ആൾക്കാർ പറയും, അയ്യോ ഞങ്ങൾ അതിന് മുന്നേ ഇങ്ങനെ കോമഡി അടിച്ചിരിക്കുന്നത്, പെട്ടെന്നാണ് അവർ കഥാപാത്രമായി മാറിയെന്ന്. പ്രശാന്തേട്ടൻ്റെ കാര്യത്തിൽ ഇതെങ്ങനെയാണ്? എങ്ങനെയാണ് ഒരു ക്യാരക്ടറിലേക്കുള്ള ഒരു ട്രാൻസ്ഫോർമേഷൻ എങ്ങനെയാണ് ചെയ്യുന്നത്? എനിക്ക് ഇപ്പോഴല്ലേ ഈ ക്യാരക്ടേഴ്സ് ഒക്കെ വന്നു. അല്ല ആയിക്കോട്ടെ, അതന്നെ ഞാൻ പറഞ്ഞു. ഇപ്പോഴാണെങ്കിലും ഞാൻ പറഞ്ഞത് നമ്മൾ സെറ്റിലൊക്കെ ആണെങ്കിൽ ഒരുപാട് സംസാരിച്ച് അങ്ങനെ. എനിക്ക് തോന്നുന്നത് എന്നോടൊരു ക്യാരക്ടർ പറയുമ്പോൾ തൊട്ട് ഈ ക്യാരക്ടർ നമ്മുടെ മനസ്സിൽ കാണും. ഇതാണ് ക്യാരക്ടർ, ഇത് നമ്മുടെ മനസ്സിൽ കാണും. അപ്പം നമ്മൾ വർത്തമാനം പറയുമ്പോഴും തമാശ പറയുമ്പോഴും എല്ലാം നമ്മുടെ ഉള്ളിൽ ഈ സാധനം ഉണ്ടാവും. ഇതിങ്ങനെ കിടന്ന് കറങ്ങുന്നുണ്ടാവും. അപ്പം പിന്നീട് നമുക്ക് സീൻ കിട്ടുമല്ലോ. സീൻ കിട്ടിക്കഴിയുമ്പോൾ ആ സീൻ വായിക്കുന്ന സമയത്ത് നമ്മൾ പൊട്ട് കളിച്ചിരിക്കുകയല്ലോ, തമാശയും പറഞ്ഞു ഇത് പറഞ്ഞു നമുക്ക് സീൻ വായിക്കാൻ പറ്റില്ല. അപ്പോൾ ആ സീൻ വായിക്കുന്ന സമയത്ത് എന്താണ് ചെയ്യാൻ പോകുന്നതെന്നുള്ളതിനെ പറ്റി നമുക്ക് ആ സീനിൽ മനസ്സിലാവും. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നേരെ പോയി ഡയറക്ടറോടും റൈറ്ററോടും ചോദിക്കും, അവരെ കൊണ്ട് ഈ ഡയലോഗ്സ് പറയിപ്പിക്കും. അപ്പോൾ എന്താണ് അവരുദ്ദേശിക്കുന്ന ട്രെൻഡ് എന്നുള്ളത് മനസ്സിലാവും. എന്നിട്ട് ആ സാധനം മനസ്സിലായി കഴിഞ്ഞാൽ പിന്നെയും വന്നിട്ട് നമുക്ക് വർത്തമാനം തുടരാം. അതാണ്. പിന്നെ ടേക്കിന് പോയി കഴിയുമ്പോൾ റിഹേഴ്സലിലൊക്കെ, കാരണം ഈ ഞാൻ ഈ ഷോട്ട്സൊക്കെ എവിടെ നിന്നാണ്, എങ്ങനെയാണ് ഈ ഷോട്ട് എടുക്കുന്നത്, എങ്ങനെയാണ് വരുന്നത് എന്നുള്ളതൊക്കെ ഞാൻ നോക്കും. അങ്ങനെയാണ് ഞാൻ വന്ന സമയത്തൊക്കെ അങ്ങനെയാണ്. എല്ലാം ഇങ്ങനെ ഒരു സീൻ ഫുള്ള് 10 പ്രാവശ്യം ഷൂട്ട് ചെയ്തിട്ട് പല ആംഗിളിൽ ഷൂട്ട് ചെയ്തിട്ട് കട്ട് ചെയ്തിടുന്നതല്ലായിരുന്നു ഞാൻ വന്നപ്പോൾ. ഒരു സീൻ തന്നെ ഒരു 20-30 ഷോർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ട് ആ ഷോർട്ട് എടുത്ത് പോവാം. ഞാൻ അങ്ങനെയാണ് കൂടുതലും പഠിച്ചത്. പിന്നെ ഇപ്പോൾ കുറേ പേരുടെ രീതി എന്താണെന്ന് വെച്ചാൽ ഒരു സീൻ തന്നെ കുറേ ആംഗിളിൽ ഫുൾ അങ്ങ് നമ്മളെ കൊണ്ട് പെർഫോം ചെയ്യിക്കും. അങ്ങനെ ഒരു 10-20 പ്രാവശ്യമൊക്കെ നമ്മളൊരു സാധനം പെർഫോം ചെയ്യേണ്ടി വരും. മനസ്സിലായി. അപ്പം അതിനകത്ത് ഒത്തിരി നമുക്ക് ആസ് ആൻ ആക്ടർ നമുക്ക് ഒത്തിരി കൺഫ്യൂഷൻസ് ഉണ്ട്. നമ്മൾ ഒരു ഷോട്ട് ചെയ്തായിരിക്കല്ലോ വേറൊരു ഷോട്ട് ചെയ്യുന്നത്. അപ്പോൾ ഏതാണ് അടുത്ത ഷോട്ടിൽ വരുമ്പോൾ ഇതിൽ ഏതാണ് യൂസ് ചെയ്യുന്നത്, അതിനനുസരിച്ച് കണ്ടിന്യൂറ്റി പിടിക്കണം എന്നൊക്കെ പറയുന്ന കൺഫ്യൂഷൻസ് എനിക്കുണ്ടാവാറുണ്ട്. അപ്പം ഞാൻ ഏതൊക്കെ ആംഗിളിലാണ് ഇത് ഷൂട്ട് ചെയ്യുന്നത് നോക്കിയിട്ട് അതിനനുസരിച്ചുള്ള പെർഫോമൻസുകൾ സിനിമാറ്റിക്കായിട്ട് വേണ്ട പരിപാടികൾ നമ്മൾ ഫേവർ ആവാൻ നോക്കുക. നമ്മൾ എന്തെങ്കിലും ഒരു സാധനം ചെയ്യുമ്പോൾ അത് ഓഡിയൻസ് കാണണം. അങ്ങനെ അതെല്ലാം ആ സമയത്ത് ഡിസൈൻ ചെയ്യുന്നത്. അത് അവിടെ ചെന്ന് നിന്ന് കഴിഞ്ഞിട്ടുണ്ടാകുന്ന. അതിനു മുമ്പ് നമ്മൾ തമാശ പറഞ്ഞുകൊണ്ടും അല്ലെങ്കിൽ മൊബൈലിൽ നോക്കിക്കൊണ്ടും ഒക്കെ ആയിരിക്കും ഇരിക്കുന്നത്. എൻ്റെ മെക്കാനിസം ഞാൻ അതിനെപ്പറ്റി ഓവർ തിങ്ക് ചെയ്യത്തില്ല. ഇങ്ങനൊരു ഡിസൈനൊന്നും ഉണ്ടാവത്തില്ല. അവിടെ ചെന്ന് കഴിയുമ്പം നടക്കുന്ന പോലെ അങ്ങ് നടന്നു പോവാം. ഇപ്പം സക്സസിനെ പറ്റി ചോദിക്കുകയാണെങ്കിൽ, അതായത് ഒരു പടം വിജയിച്ചു, സക്സസ് ആയി എന്ന് പറയുമ്പം പ്രശാന്തനെ സംബന്ധിച്ചിട്ട് എന്താണ് സക്സസ് എന്ന് പറയാൻ ഡിഫൈൻ ചെയ്യുന്നത് സിനിമയിലാണെങ്കിൽ? എനിക്ക് എൻ്റേതായിട്ടുള്ള വേറെ വെർഷനൊന്നുമില്ല സിനിമയിൽ. സിനിമ വിജയിച്ചു എന്ന് പറഞ്ഞാൽ ജനങ്ങൾ കണ്ടു, പ്രൊഡ്യൂസറിന് ലാഭം കിട്ടി എന്നുള്ളത് തന്നെയാണ് എൻ്റെ സക്സസ്. ഒന്ന് ചോദിക്കട്ടെ, അതായത് എനിക്ക് തോന്നുന്നത്, അതെ വീണ്ടും ചോദിക്കുകയാണ്, അതായത് ഇപ്പം വൈഫ് ശിവ ചേച്ചി അല്ലേ, ഭയങ്കര സപ്പോർട്ടീവായിട്ടുള്ള ഒരു പാർട്ട്ണർ വേണം നമ്മൾ സിനിമയിൽ നിലനിൽക്കാൻ അല്ലേ? തീർച്ചയായിട്ടും. ഇപ്പോൾ ഈ പറഞ്ഞ ഇപ്പം ചേട്ടൻ്റെ ഇപ്പോൾ ഈ വൈഫ് ഇത്രയും സപ്പോർട്ടീവ് ആയിരുന്നില്ലെങ്കിൽ, അല്ലെങ്കിൽ അവരുടെ ഭാഗത്ത് എന്തെങ്കിലും ഒരു പ്രഷർ ഉണ്ടായിരുന്നെങ്കിൽ എപ്പോഴെങ്കിലും ഒന്ന് മാറി ചിന്തിക്കുമായിരുന്നു. അതായത് ഇനി ഇതിലിങ്ങനെ ഒരു വെയിറ്റ് ചെയ്ത് അങ്ങനെ ആയിരുന്നെങ്കിൽ, സപ്പോർട്ട് ഇല്ലായിരുന്നെങ്കിൽ, അതെ അവരുടെ ഭാഗത്ത് സപ്പോർട്ട് ഇല്ലായിരുന്നെങ്കിൽ, ലൈഫ് സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം എപ്പോഴെങ്കിലും ഒരു ഘട്ടത്തിൽ അങ്ങനെ ഒരു മൊമെൻറ്റ് വരുമ്പോൾ, കുട്ടികളൊക്കെ ആയ ശേഷമാണെങ്കിലും വരുമ്പോൾ തോന്നുവാണ്, അല്ലാതെ അവരുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും പ്രഷർ വരികയാണ്, അപ്പോൾ എന്തൊരു ഡിസിഷൻ ചേട്ടൻ എടുത്തിരിക്കും ആ ഒരു സമയത്ത്? ചാന്തൂട്ടിനകത്ത് ദിലീപ് പറയുന്നില്ലേ, ഭാവനയാണ്, ലൂസിക്ക് എന്തെങ്കിലും പ്രശ്നമെങ്കിൽ ലൂസി ഇവിടെ നിന്ന് പോക്കോ, ഞാനിവിടെ തന്നെ താമസിക്കുന്നു. അതെനിക്ക് വളരെ ഹാപ്പി ആയിട്ട് എനിക്ക് സിംഗിൾ ആവാമായിരുന്നു. അങ്ങനെ ആയിരുന്നെങ്കിൽ. കാരണം ഒരു കാര്യം കൊണ്ട് സപ്പോർട്ട് തരുന്ന കാരണം എനിക്ക് സിംഗിൾ ആവാൻ പറ്റുന്നില്ല എന്നല്ല അതിൻ്റെ അർത്ഥം. പക്ഷെ അന്ന് സപ്പോർട്ട് തന്നില്ലെന്നുണ്ടെങ്കിൽ എനിക്ക് അതിൽ ഹെൽപ്പ് ചെയ്യാൻ പറ്റത്തില്ല. ഐ കാൺ ഹെൽപ്പ് ഇറ്റ്. അതെ. അല്ല, ഇത് പൊതുവേ ഈ പറഞ്ഞ പോലെ ഒരുപാട് പ്രശ്നങ്ങൾ വരുന്നത്. കാര്യം സിനിമ എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റേബിളായൊരു ജോബേ അല്ലല്ലോ. എപ്പോഴും ഈ പറഞ്ഞ പോലെ ഒരു ഗ്യാപ്പ് വരുന്നു, അത് നമുക്ക് അടുത്ത ടെൻഷൻ വരുന്നു. എൻ്റെ ലൈഫിലുള്ള എൻ്റെ ബാധ്യത എന്താണെന്ന് വെച്ചാൽ, എൻ്റെ വൈഫ് മകളായിട്ട് വളർന്നു വന്ന ഒരാളാണ്.
മനസ്സിലായി. ഒറ്റ മകളായിരുന്നു. ഒറ്റമകള ഒരു ബ്രദറുണ്ട്. പക്ഷേ ഒരു അച്ഛൻ്റെയും അമ്മയുടെയും നല്ല സ്നേഹനിധികളായ മാതാപിതാക്കളുടെ മകളായിട്ട് വളർന്നു വന്ന ഒരാളാണ്. ഷീബയ്ക്ക് ഒരു പരിധിയിൽ കൂടുതൽ വീട്ടുജോലികൾ ചെയ്യേണ്ടതോ അല്ലെങ്കിൽ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്ത് ചെയ്യേണ്ടതായിട്ടുള്ള ആവശ്യമില്ലാതിരുന്ന ഒരു സ്ഥലത്ത് നിന്ന് പുള്ളിക്കാരിക്ക് വളരെ കംഫർട്ടബിളായിട്ട് ജീവിച്ചു പോകാവുന്ന ഒരു സാഹചര്യത്തിൽ നിന്ന് വേറൊരാൾ വിവാഹം കഴിച്ചിരുന്നെങ്കിൽ അന്ന് അമേരിക്കയിൽ നിന്നൊക്കെ ആലോചനകൾ വന്നതാണ്. നല്ല സേഫ് സൈഡാണ്. ഷീബയ്ക്ക് നല്ല ലാംഗ്വേജ് ഉണ്ട്, ഷീബ സ്മാർട്ടാണ്, ഏത് ആരെ വേണേലും കെട്ടിപ്പോകാവുന്ന ഒരവസ്ഥയിൽ നിന്നും എന്നെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി വന്നപ്പോഴാണ് പുള്ളിക്കാരിയുടെ സാധ്യതകളെ ലിമിറ്റ് ചെയ്ത്, പുള്ളിക്കാരിയും എൻ്റെ കൂടെ ടെലിവിഷൻ ആങ്കർ ആയിരുന്നു. എന്നേക്കാൾ മുമ്പേ ഒരുമിച്ചാണ് ഷോ ചെയ്തിരുന്നത്. ഏഷ്യാനെറ്റ് ഫിലിം അവാർഡ്സ് അവൾ കമ്പയർ ചെയ്തിട്ടുണ്ട്, വലിയ വലിയ ഷോസ് കമ്പയർ ചെയ്തിട്ടുണ്ട്. അവിടുന്ന് അതെല്ലാം വിട്ടിട്ട് ഒരു സ്റ്റഡി ഇൻകത്തിലേക്ക് പുള്ളിക്കാരി പോയാലേ എനിക്ക് ഫ്രീഡം കിട്ടത്തുള്ളൂ എന്നുള്ള പുള്ളിക്കാരിയുടെ തിരിച്ചറിവിൽ നിന്ന് പുള്ളിക്കാരി BEdും MEdും നെറ്റും എഴുതിയെടുക്കാന്ന് പറഞ്ഞാൽ ചെറിയ കളിയൊന്നുമല്ല. അപ്പോൾ അതെല്ലാം എടുത്തു. പിന്നെ അതിനകത്ത് നമുക്ക് വേണേൽ പറയാം സ്വന്തമായിട്ടൊരു റെസ്പെക്റ്റബിൾ പൊസിഷനിലേക്ക് എത്തുന്നതിൻ്റെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നിരിക്കാം എന്ന് നമുക്ക് പറയാം. പക്ഷേ ഇപ്പോൾ കുട്ടികളുണ്ടായി, 2 കുട്ടികളെ എന്നും രാവിലെ എഴുന്നേറ്റ് ഈ കുട്ടികളുടെ കാര്യം മാനേജ് ചെയ്ത് അവരെ സ്കൂളിൽ കൊണ്ടുവിട്ട് കോളേജിൽ പോയി പഠിപ്പിച്ചിട്ട് തിരിച്ചു വരുന്നവരെ അവരെയും പിക്ക് ചെയ്തുകൊണ്ട് വന്ന് വീട്ടിൽ വന്നിട്ട് ഇവരെ എല്ലാം റെഡിയാക്കി രാത്രിയിൽ ഇവരെ പഠിപ്പിക്കാനുള്ളതും അവൾക്ക് പിറ്റേ ദിവസം കോളേജിൽ പോയി പഠിപ്പിക്കാനുള്ളതും പ്രിപ്പയർ ചെയ്ത് എല്ലാ ദിവസവും രാത്രി 12 മണി 12:30 വരെയും മിനിമം ഉറക്കളച്ച് രാവിലെ 6 മണിക്ക് എഴുന്നേറ്റ് 5:30 6 മണിക്ക് എഴുന്നേറ്റ് ഈ ജോലികളെല്ലാം ചെയ്ത് ഇതെല്ലാം അങ്ങനെ ഒരു ജീവിതം ജീവിക്കേണ്ട ഒരാവശ്യം ആക്ച്വലി പുള്ളിക്കാരിക്കില്ല. അപ്പോൾ അത് പുള്ളിക്കാരി ചെയ്യുന്നത് എനിക്ക് ഈ സ്ട്രെയിനുകളൊന്നും വരാതിരിക്കണമെന്നുള്ള ഉദ്ദേശത്തിലാണ്. അപ്പോൾ അതെനിക്കൊരു വലിയ ബാധ്യതയാണ്. ഞാൻ സക്സസ് ആയേ പറ്റൂ എന്ന് പറഞ്ഞാൽ, ഞാൻ സക്സസ് ആവുക എന്ന് വെച്ചാൽ ഞാൻ ഹാപ്പി ആയേ പറ്റൂ. ഞാൻ ഹാപ്പി ആയാലേ അവർക്ക് ഹാപ്പി ആവാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇങ്ങനെ ഒരു സപ്പോർട്ട് വരുന്നതും നമുക്കൊരു വലിയ ബാധ്യതയാണ്. നമുക്ക് വലിയ ഉത്തരവാദിത്തങ്ങളാണ് തരുന്നത്. നമുക്ക് ചില കാര്യങ്ങൾ ചെയ്യാൻ പറ്റില്ല, ചില കാര്യങ്ങൾ നമ്മൾ ചെയ്തേ പറ്റൂ. അങ്ങനെയൊക്കെയുള്ള അവസ്ഥകളിലും നമ്മളെ കൊണ്ടെത്തിക്കും. എന്നാൽ ഇങ്ങനത്തെ സപ്പോർട്ട് തരാത്ത ആൾക്കാർ നമ്മുടെ ജീവിതത്തിൽ നിന്ന് പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഫ്രീഡമായി, നമുക്ക് ആരോടും ഒരു ബാധ്യതയില്ല, നമുക്ക് ജീവിച്ചാൽ മതി, എന്നെങ്കിലുമൊക്കെ രക്ഷപ്പെടുമെന്ന് പറഞ്ഞ് ജീവിച്ചാൽ അവർ കുറച്ചും കൂടെ ഫ്രീ ബേർഡ്സ് ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. സപ്പോർട്ട് ചെയ്യുന്ന ആളും സപ്പോർട്ട് ചെയ്യാത്ത ആളും ഒരു രീതിയിലല്ലേ മറ്റൊരു രീതിയിൽ നമുക്ക് ബാധ്യതകളാണ്. ഒന്ന് പോസിറ്റീവ് ബാധ്യതയും ഒന്ന് നെഗറ്റീവ് ബാധ്യതയുമാണെന്നേ ഉള്ളൂ. ഇനി സുഹൃത്തുക്കളിലേക്ക് വരുമ്പം, അതായത് കരിയറിലാണെങ്കിലും പേഴ്സണൽ അല്ലാതെ ഉള്ള സ്കൂൾ കാലഘട്ടത്തിലാണെങ്കിലും ഒരുപാട് നാൾ കൊണ്ടു കിടന്ന ഏതെങ്കിലും സൗഹൃദങ്ങളിൽ വിശ്വാസവഞ്ചന ഉണ്ടായിട്ടുണ്ടോ? അങ്ങനെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ പിന്നീട് ഒരു അവസരം അവർക്ക് എങ്ങനെയാണ് ചേട്ടൻ കൊടുത്തിട്ടുണ്ടാവുക? ഇതിപ്പോൾ സുഹൃത്തുക്കളെന്നല്ല, വളരെ ക്ലോസ് ആയിട്ടുള്ള ഏത് ബന്ധങ്ങളാണെങ്കിലും സിനിമയിലാണെങ്കിലും എന്തെങ്കിലും ഒരു വാഗ്ദാനം തന്നിട്ടോ ഏതെങ്കിലും അവസ്ഥകളിൽ ഒരു ഘട്ടമെത്തിയപ്പോൾ അവർ വിശ്വാസവഞ്ചന കാണിച്ചു, ചേട്ടനത് മനസ്സിലായി, പക്ഷേ ഇനി ഒരു അവസരം അവർക്ക് കൊടുക്കണോ, അവരെ ഇനി കൺസിഡർ ചെയ്യണോ, അല്ലെങ്കിൽ അതോടുകൂടി ആ ബന്ധം അവസാനിപ്പിക്കുമോ? എങ്ങനെയാണ് ഇതിനുള്ളൊരു അപ്രോച്ച്? എനിക്ക് ചെറുപ്പം മുതലേ ഉള്ള എൻ്റെ സുഹൃത്തുക്കളിൽ നിന്നോ സിനിമയ്ക്ക് പുറത്തുള്ള സുഹൃത്തുക്കളിൽ നിന്നോ ഒന്നും ഇന്നവരെ അങ്ങനെ ഒരു ചതി ഉണ്ടായിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല. കാരണം അത് നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ല. ഇനി ചതിച്ചാൽ തന്നെ അത് പോട്ടെ, നമ്മുടെ ചൈൽഡ്ഹുഡ് ബഡീസ് അല്ലേ. കരിയറിലോട്ട് എത്തിക്കഴിയുമ്പോൾ കരിയറിൽ നിന്നുണ്ടാകുന്ന സുഹൃത്തുക്കളിൽ നിന്ന് ചതി ഉണ്ടാകുന്നതാണ് നമ്മൾ വേദനിക്കുന്നത്. കാരണം നമ്മളെല്ലാം ഒരേ റൂട്ടിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ്. ഒരേ റൂട്ടിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ഒരാളെ ബാക്ക് സ്റ്റാബ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല എന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. എനിക്കങ്ങനത്തെ ചതികൾ പറ്റിയിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ഞാൻ അതിനെപ്പറ്റി അങ്ങനെ കാര്യമായി ബോധവടല്ല. കാരണം എനിക്കാരും ഈ പറഞ്ഞ പോലെ നമ്മളെ ഗൈഡ് ചെയ്യാൻ ആരും ഇല്ലായിരുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ നമ്മൾ കുറേയൊക്കെ നമ്മൾ സെൽഫ് മെയ്ഡാണ്. ഇന്ന് നിൽക്കുന്ന പൊസിഷനിൽ എല്ലാം നമ്മൾ കുറേയൊക്കെ സെൽഫ് മെയ്ഡാണ്.